2025 പുറത്തിറങ്ങിയ ഒരു ബ്രിട്ടീഷ് ക്രൈം ത്രില്ലർ മൂവിയായിട്ടുള്ള ഫ്യൂസ് ആണ് നമ്മൾ ഇന്ന് കഥാലോകത്തിലൂടെ കേൾക്കാൻ പോകുന്നത്. നഗരത്തിൽ ഒരു ബോംബ് സ്ഫോടനം നടക്കുകയാണ്. ഇതിന്റെ മറവിൽ തന്നെ അതേ നഗരത്തിൽ തന്നെ നായകനും അവന്റെ പിള്ളേരും ഒരു ബാങ്കിൽ മോഷണം നടത്തുകയാണ്. ആ ഒരു മോഷണത്തിൽ നായകൻ പണവും ഗോൾഡും മോഷ്ടിക്കുന്നുണ്ടെങ്കിലും അതിന്റെ കൂടെ തന്നെ വിലപിടിപ്പുള്ള മറ്റെന്തോ കൂടി അയാൾ മോഷ്ടിക്കുന്നുണ്ട്. പോലീസുകാരാകട്ടെ നായകന്റെ പുറകെ തന്നെ അവനെ പിടികൂടാൻ വരുന്നുണ്ടെങ്കിലും പഠിച്ച 18 പണി നോക്കിയിട്ടും അവർക്ക് അവനെ പിടിക്കാൻ കഴിയുന്നില്ല. എന്നാൽ പടത്തിന്റെ അവസാനം എത്തുമ്പോഴാണ് ഈ ഒരു മോഷണത്തിന്റെ മാസ്റ്റർ മൈൻഡ് നായകൻ മാത്രമല്ല മറ്റു 2 പേർ കൂടെയുണ്ട് എന്നുള്ള ട്വിസ്റ്റ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തിനാണ് ഇവർ ഈ മോഷണം നടത്തിയത്, എന്തായിരിക്കും അയാൾ മോഷ്ടിച്ച ആ വിലപിടിപ്പുള്ള പൊരുളെന്ന് കഥ കണ്ടു തന്നെ മനസ്സിലാക്കാം. ഈ ഒരു കഥയിലുള്ള ചെറിയ ട്വിസ്റ്റും ടേണുകളും നമ്മൾ ഈ ഒരു കഥയുടെ അവസാനം വരെ പിടിച്ചിരുത്തും. മൂവിയുടെ തുടക്കം നമ്മളെ കാണിക്കുന്നത് ഒരു കൺസ്ട്രക്ഷൻ സൈറ്റ് ആണ്. ആ ഒരു സൈറ്റിൽ വർക്ക് നടക്കുന്നതിനിടയിലാണ് വർക്കേഴ്സിൽ ഒരാൾ അവിടെ ആ ഒരു കുഴി എടുക്കുന്നതിനിടയിൽ എന്തോ കാര്യമായിട്ടൊന്ന് തടയുന്നത് അയാൾ ശ്രദ്ധിച്ചത്. ഉടൻ തന്നെ അവിടെ നടക്കുന്ന ആ ഒരു വർക്ക് നിർത്തുകയാണ്. ഉടൻ തന്നെ ഈ ഒരു വാർത്ത ആ ഒരു നഗരത്തിലെ ചീഫായിട്ടുള്ള സുസാനയുടെ അടുത്തെത്തുകയാണ്. അങ്ങനെ സൈറ്റിലെ ആ ഒരു ക്യാമറകൾ പരിശോധിച്ചപ്പോഴാണ് അവർക്കൊരു കാര്യം മനസ്സിലായത്. ആ വർക്കേഴ്സ് അവിടെ അടുത്ത ആ ഒരു കുഴിയിൽ കണ്ടത് കുറെ നാളായിട്ട് പൊട്ടാതെ കിടക്കുന്ന ഒരു വലിയ ബോംബായിരുന്നു. ഉടൻ തന്നെ അവിടെ ഉണ്ടായിരുന്ന അലാം അടിച്ച് എല്ലാവരെയും ഈ ഒരു വിവരം അറിയിക്കുകയാണ്. കുറച്ചു കഴിയുമ്പോഴാണ് കഥയിലെ മറ്റൊരു നായകനായിട്ടുള്ള വില്ലിനെ കാണിക്കുന്നത്. ഒരു പ്രാക്ടീസ് ഗ്രൗണ്ടിലിരുന്ന് ഷൂട്ടിംഗ് പ്രാക്ടീസ് ചെയ്യുകയായിരുന്നു വില്ല്. പെട്ടെന്നായിരുന്നു ഈ ഒരു വാർത്ത അറിയിച്ചുകൊണ്ട് സുസാന അവനെ വിളിച്ചത്. ഡീറ്റെയിൽസ് സഹിതം അതിന്റെ ഫോട്ടോയും എല്ലാം സുസാന അയച്ചു കൊടുത്തത് അവൻ തുറന്നു നോക്കിയപ്പോഴാണ് അവനൊരു കാര്യം മനസ്സിലായത്. 2ാം ലോക മഹായുദ്ധത്ത് ഉപയോഗിച്ചിരുന്ന 1000 പോൺസ് എന്ന് പറയുന്ന ഒരു പ്രത്യേകതരം ബോംബായിരുന്നു അത്. ഇത് മനസ്സിലാക്കിയ വിൽ ഉടൻ തന്നെ സുസാനയോട് ഒരു കാര്യം പറയുകയാണ്. കൺസ്ട്രക്ഷൻ സൈറ്റിന് 800 മീറ്റർ ചുറ്റളവിലുള്ള എല്ലാവരെയും ഒഴിപ്പിക്കണം. അതൊരു ഡേഞ്ചർ സോണായിട്ട് പ്രഖ്യാപിക്കണം. അങ്ങനെ അധികം താമസിക്കാതെ തന്നെ പോലീസുകാരും മിലിറ്ററിയും ചേർന്നിട്ട് ആ ഒരു നഗരത്തിന് ചുറ്റുമുള്ളവർ ആ നഗരത്തിലുള്ളവരെല്ലാം ഇവാക്യുവേറ്റ് ചെയ്യുകയാണ്. ഇവാക്യുവേറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഒരു ബാങ്കിന്റെ ഓപ്പോസിറ്റിലുള്ള ഒരു ബിൽഡിങ്ങിന്റെ അടുത്ത് പോലീസുകാർ ചെല്ലുകയാണ്. ആ ഒരു വീടിന്റെ വാതിലിൽ ചെന്ന് കൊട്ടുന്നുണ്ടായിരുന്നെങ്കിലും ആരും തന്നെ മറുപടി തരുന്നില്ലായിരുന്നു. അവിടെ ആരും ഉണ്ടായിരിക്കില്ലെന്ന് വിചാരിച്ച് ആ ഒരു പോലീസുകാരൻ അവിടെ നിന്ന് മാറിപ്പോവുകയാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ആ ഒരു മുറിയിൽ ആ ഒരു വീട്ടിൽ ആരോ ഉണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു നഗരം ഇവാക്യുവേറ്റ് ചെയ്യുന്നതിന്റെ ഇടയിൽ റഹീം എന്ന പേരുള്ള ഒരാൾ വയ്യാത്ത അയാളുടെ പേരൻസിനെയും അവിടെ നിന്ന് ഇവാക്യുവേറ്റ് ചെയ്യുകയാണ്. ഈ ഒരു റഹീമിനെ ഒന്ന് നോക്കി വെച്ചോ, കാരണം കഥയിൽ ഒരു പ്രധാന റോൾ തന്നെയാണ് ഇയാളും വഹിക്കുന്നത്. അങ്ങനെ ഒട്ടും വൈകാതെ തന്നെ മേജർ ആയിട്ടുള്ള വിൽ ആ ഒരു കൺസ്ട്രക്ഷൻ സൈറ്റിൽ ആ ഒരു ഡേഞ്ചർ സോണിലേക്ക് വരികയാണ്. കുറച്ച് അകലെ നിന്ന് നോക്കിയപ്പോൾ തന്നെ വില്ലിന് ആ ഒരു ബോംബും അതിന്റെ ടൈപ്പ് എന്താണെന്ന് മനസ്സിലായി. ബോംബിന് ചുറ്റും കെട്ടിക്കിടക്കുന്ന ആ ഒരു വെള്ളം ഡ്രെയിൻ ചെയ്ത് കളയാനായിട്ട് അവൻ അവിടുത്തെ വർക്കേഴ്സിനോട് പറഞ്ഞു. അതിന്റെ കൂടെ തന്നെ ഒരു നിർദ്ദേശം കൂടെ വിൽ അവർക്ക് നൽകി. ബോംബിന്റെ തൊട്ടടുത്തുള്ള ആ ഒരു ഫോർമാൻസ് ക്യാബിൻ അതിനു ചുറ്റും ആവശ്യത്തിന് സെക്യൂരിറ്റി നമ്മൾ വെക്കണം, കാരണം ഇനി മുതൽ അതാണ് നമ്മുടെ കമാൻഡ് പോസ്റ്റ്. അങ്ങനെ ഒട്ടും താമസിക്കാതെ വിൽ എല്ലാവരെയും ക്യാബിനിൽ വിളിച്ചു കൂട്ടിയിട്ട് ഒരു കാര്യം കാണിച്ചു കൊടുത്തു. 2 വർഷം മുമ്പ് ഇതേപോലൊരു ബോംബ് ഞാൻ കണ്ടുപിടിച്ചിരുന്നു. അന്ന് ആ ഒരു ബോംബിനെ കണ്ടെയ്ൻ ചെയ്യാനോ അതിനെ തടുക്കാനോ സാധിച്ചില്ല. അന്ന് നടന്ന ആ ഒരു എക്സ്പ്ലോഷനിൽ ആ ഒരു നഗരത്തിലുണ്ടായിരുന്ന ഒട്ടുമിക്ക മനുഷ്യരും മരണപ്പെട്ടു. അതുകൊണ്ട് ഇപ്പോൾ നടക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ കുറച്ച് കെയർഫുൾ ആകണമെന്ന് അവൻ എല്ലാവരുടെയായിട്ടും പറയുകയാണ്. അങ്ങനെ സൈറ്റിൽ നിന്നൊരാൾ ആ ഒരു നഗരത്തിലെ മാപ്പ് കൊണ്ടുവന്നപ്പോഴാണ് ആ ഒരു റെഡ് സോണിലും ആ ഒരു നഗരത്തിനു ചുറ്റും കുറേയേറെ ഇലക്ട്രിക്കൽ കേബിളുകൾ പാസ് ചെയ്തു പോകുന്നത് അവർ ശ്രദ്ധിച്ചത്. അതുകൊണ്ട് ഒട്ടും വൈകാതെ തന്നെ നഗരത്തിലേക്കുള്ള ആ ഒരു ഇലക്ട്രിസിറ്റിയും നമുക്ക് കട്ട് ചെയ്യണം. ഇതേ സമയം നഗരത്തിന്റെ ആ ഒരു ഭാഗം കാണിക്കുകയാണെങ്കിൽ ആൾക്കാരുടെ ഇടയിൽ നിന്ന് ഒരാൾ പെട്ടെന്ന് തന്നെ ആ ഒരു റെഡ് സോണിലേക്ക് ഓടി കയറുകയാണ്. അയാൾക്ക് അയാളുടെ വിലപിടിപ്പുള്ള ലാപ്ടോപ്പ് എടുക്കണമെന്ന് പറഞ്ഞാണ് അയാൾ അകത്തേക്ക് ഓടി കയറാൻ ശ്രമിച്ചത്. അയാളുടെ പുറകെ തന്നെ പോലീസുകാരും പുറകെ വെച്ച് പിടിക്കുന്നുണ്ട്. എന്തായാലും അധികം വൈകാതെ അയാളെയും പോലീസുകാർ പിടിക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു റെഡ് സോണിലുള്ള ആ ഒരു നഗരത്തിലെ എല്ലാവരെയും ഇവാക്യുവേറ്റ് ചെയ്തതിനു ശേഷം ഇവാക്യുവേറ്റ് ചെയ്ത ആ ഒരു അനൗൺസ്മെന്റ് ആയിട്ട് അവർ ചുറ്റും നടക്കുകയാണ്. എന്നാൽ എല്ലാവരെയും ഇവാക്യുവേറ്റ് ചെയ്തിരുന്നെങ്കിലും ആ ഒരു ബാങ്കിന്റെ ഓപ്പോസിറ്റുള്ള ആ ഒരു ബിൽഡിങ്ങിൽ മറ്റൊരാൾ ഉണ്ടായിരുന്നു. ആ ഒരു ഇരുണ്ട അപ്പാർട്ട്മെന്റിൽ കരാലിസും അവന്റെ കൂട്ടരുമാണ് ഉണ്ടായിരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പോലീസുകാരിൽ നിന്ന് ഒളിച്ചായിരുന്നു അവർ അവിടെ ഇരുന്നത്. ഇതേ സമയം തന്നെ കൺസ്ട്രക്ഷൻ സൈറ്റ് നിരീക്ഷിക്കാനായിട്ട് അവിടേക്ക് ഒരു ഡ്രോൺ പറത്തി വിടുകയാണ്. അവരുടെ ഇടയിലുള്ള കോർപ്പറൽ ആയിട്ടുള്ള മാർട്ടിനാകട്ടെ ബോംബുള്ള അതിനു ചുറ്റുമുള്ള വെള്ളം ഒരു പൈപ്പിട്ട് പമ്പ് ചെയ്ത് കളയുകയാണ്. അങ്ങനെ ഒട്ടും താമസിയാതെ തന്നെ ആ ഒരു നഗരത്തിലുള്ള പവർ എല്ലാം കട്ട് ചെയ്ത് കളയുകയാണ്. അതായത് ഒരു അപ്പാർട്ട്മെന്റിലേക്കും ഒരു ബിൽഡിങ്ങിലേക്കും ഇനി ഒരു കറണ്ട് കണക്ഷൻ ഉണ്ടാകില്ല. ഇതേ സമയത്ത് തന്നെയാണ് ഒളിഞ്ഞിരുന്ന കറാലിസും അവന്റെ കൂട്ടരും അതേ ബിൽഡിങ്ങിന്റെ ആ ഒരു ബേസ്മെന്റിലേക്ക് ധൃതിയിൽ ഓടിപ്പോകുന്നത്. ബേസ്മെന്റിലാകട്ടെ അവർക്ക് അത്യാവശ്യമായിട്ടുള്ള കുറച്ച് ടൂൾസ് ഉണ്ടായിരുന്നു. കാര്യമായിട്ട് എന്തോ ഒരു ഓപ്പറേഷൻ, എന്തോ ഒരു തെഫ്റ്റ് നടത്താനുള്ള രീതിയിലാണ് അവരുടെ ആ ഒരു നീക്കങ്ങളൊക്കെ. അങ്ങനെ ആ ഒരു ബേസ്മെന്റിലെല്ലാം അവർ കുറച്ച് ലൈറ്റും സെറ്റ് ചെയ്ത് വെക്കുകയാണ്. ഇവരുടെ ഈ ഒരു കൂട്ടത്തിലെ തലവനാണ് കറാലിസ്.
കറാലിസ് ഇങ്ങനെ ആ ഒരു അപ്പാർട്ട്മെന്റിന്റെ ഫ്രണ്ടിൽ പോയിട്ട് വാതിലിന്റെ അടുത്ത് തന്നെ ഒരു സെക്യൂരിറ്റി ക്യാമറ വെക്കുകയാണ്. ശേഷം വീടിന്റെ പുറകിലത്തെ ഡോർ വഴി വെളിയിലേക്ക് ഇറങ്ങിയിട്ട് അവിടെ ആ ഒരു ട്രാഷ് ക്യാനിൽ, അതായത് ആ ഒരു ഡംസ്റ്ററിലേക്ക് ഒരു ജനറേറ്റർ ഒളിപ്പിച്ചു വെച്ചിട്ട് ആ ഒരു ജനറേറ്ററിൽ നിന്ന് ഒരു കേബിൾ വലിച്ചിട്ട് ആ വീടിന്റെ ബേസ്മെന്റിലേക്ക് ഒരു പൈപ്പ് വഴി ആ ഒരു കേബിൾ ഇറക്കി വിടുകയാണ്. അതേപോലെ തന്നെ കറാലിസ് മറ്റൊരു ഗേറ്റിന്റെ സൈഡിലും ഒരു സെക്യൂരിറ്റി ക്യാമറ കൂടെ ഫിക്സ് ചെയ്ത് വെക്കുകയാണ്. പുറത്തുനിന്ന് ആരെങ്കിലും അകത്തേക്ക് വരുന്നുണ്ടെന്ന് നിരീക്ഷിക്കാനായിട്ടാണ് ഈ ഒരു ക്യാമറയെല്ലാം അവൻ വെച്ചത്. ഇതേ സമയത്ത് തന്നെ ജനറേറ്റർ വഴി ബേസ്മെന്റിൽ കറണ്ട് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ബേസ്മെന്റിലുള്ള ബാക്കി ആൾക്കാരെല്ലാം അവരുടെ കയ്യിലുള്ള ആ ഒരു പവർ ടൂൾസ് എല്ലാം യൂസ് ചെയ്ത് ബേസ്മെന്റിന്റെ സൈഡിലുള്ള ഒരു ഭിത്തി തുറക്കുകയാണ്. കറാലിസ് ആകട്ടെ പുറത്തെ കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് തിരിച്ചു വരുമ്പോഴാണ് പെട്ടെന്ന് അവന്റെ മുൻപിലേക്ക് ഒരു ചെന്നായ വരുന്നത്. അവൻ അതിനെ കണ്ട് പെട്ടെന്നൊന്ന് ഞെട്ടിയെങ്കിലും അതിനെ അവോയ്ഡ് ചെയ്ത് വിടുകയാണ്. ഇതേ സമയം അവിടുത്തെ ആ ഒരു പോലീസ് സ്റ്റേഷൻ കാണിക്കുകയാണെങ്കിൽ സുസാന ഒരു ഡ്രോൺ വഴി ആ ഒരു സിറ്റി മുഴുവൻ നിരീക്ഷിക്കുകയാണ്. പെട്ടെന്നാണ് സിറ്റിയുടെ എന്തോ ഒരു സൈഡിൽ എന്തോന്ന് അനങ്ങുന്നത് പോലെ അവൾ ശ്രദ്ധിച്ചത്. പോലീസുകാരെ പറഞ്ഞുവിട്ട് അത് അന്വേഷിക്കാൻ ചെന്നപ്പോഴാണ് അവൾക്ക് മനസ്സിലായത് അതൊരു ചെന്നായ ഓടിപ്പോകുന്നതായിരുന്നെന്ന്. ഏതായാലും ആ ഒരു ബേസ്മെന്റിൽ കറാലിസും അവന്റെ ഗാങ്ങിലെ ആൾക്കാരുമെല്ലാം ആ ഒരു ഭിത്തി തുറക്കുന്നത് തുടരുകയാണ്. കയ്യിൽ ചിറ്റുകയും അങ്ങനെ കുറേയേറെ പവർ ടൂൾസും യൂസ് ചെയ്ത് ഭിത്തിയുടെ പല ലെയറായിട്ട് അവർ തുറക്കാൻ തുടങ്ങി. ഇപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ആ ഒരു ഭിത്തി തുറന്നു ചെല്ലുന്നത് മറു സൈഡിലുള്ള ഒരു ബാങ്കിലേക്കാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു ബാങ്കിന്റെ അലാം ഓൺ ആവുകയാണ്. ഈ ഒരു അലാം അടിക്കുന്ന സൗണ്ട് കേട്ടിട്ട് അവരുടെ ആ ഒരു ബാങ്കിലെ ഒരു സ്റ്റാഫ് വെളിയിൽ നിന്ന് ഇത് കാണുന്നുണ്ടായിരുന്നു. ബാങ്കും ആ ഒരു ചുറ്റുമുള്ള പ്രദേശമെല്ലാം പോലീസിന്റെ നിഴലിലാണ്. അതുകൊണ്ട് തന്നെ ആരും തന്നെ അകത്തേക്ക് കടത്തി വിടുന്നില്ലായിരുന്നു. ബാങ്കിലെ സ്റ്റാഫ് ഈ ഒരു അലാം അടിക്കുന്ന കാര്യം പോലീസുകാരെ ബോധിപ്പിച്ചെങ്കിലും അത് പവർ കട്ട് വന്നത് മൂലമുണ്ടായ അലാം ആണെന്ന് പറഞ്ഞ് പോലീസുകാർ അവനെ പറഞ്ഞു വിടുകയാണ്. ഏതായാലും ആ ഒരു ബേസ്മെന്റിൽ ആ ഒരു കള്ളന്മാരെല്ലാവരും പുതിയൊരു മെഷീൻ എടുക്കുകയാണ്. അങ്ങനെ ആ ഒരു ഭിത്തി കുറച്ചുകൂടെ നന്നായിട്ട് തുറക്കാനായിട്ട് അവർ ഡ്രില്ല് ചെയ്യാനായിട്ട് തുടങ്ങി. പക്ഷേ ഈ ഒരു ഡ്രില്ലിങ്ങിന്റെ ശബ്ദം അത് നന്നായിട്ട് പുറത്ത് വരുന്നുണ്ടായിരുന്നു. പുറത്തുനിന്ന് ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടോ, ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് അറിയാനായിട്ട് കറാലിസും ആ ഒരു ബിൽഡിങ്ങിന്റെ വെളിയിൽ നിൽക്കുകയാണ്. അങ്ങനെ ക്യാമറ എല്ലാം നിരീക്ഷിച്ചാണ് കറാലിസ് വെളിയിൽ നിൽക്കുന്നത്. പുറത്തുകൂടെ ചെക്കിങ്ങിനായിട്ട് പോലീസ് വണ്ടി വരുന്നത് കാണുമ്പോൾ കറാലിസ് അവന്റെ ഫ്രണ്ട്സിന് ആ ഒരു സിഗ്നൽ കൊടുക്കും. ആ ഒരു പോലീസ് വണ്ടി പോയതിനു ശേഷം മാത്രമാണ് പിന്നീട് അവർ ആ ഒരു ഡ്രില്ലിംഗ് കണ്ടിന്യൂ ചെയ്യുന്നത്. ഏതായാലും ഇതേ സമയത്ത് ആ ഒരു ബോംബുള്ള കൺസ്ട്രക്ഷൻ സൈറ്റിൽ നിന്ന് കോർപ്പറൽ മാർട്ടിൻ വില്ലിന്റെ അടുത്തേക്ക് നിന്നിട്ട് ഒരു കാര്യം പറയുകയാണ്. ബോംബിന് ചുറ്റുമുള്ള ആ ഒരു വെള്ളമെല്ലാം പമ്പ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അങ്ങനെ മാർട്ടിൻ വില്ലിനെ കൂട്ടിക്കൊണ്ട് കുറച്ച് എക്യുപ്മെന്റ്സുമായിട്ട് ആ ഒരു ബോംബിന്റെ സൈഡിലേക്ക് ചെല്ലുകയാണ്. ഏതായാലും ഇതേ സമയത്ത് സുസാനയാകട്ടെ പോലീസുകാരുടെ ആ ഒരു ഏരിയയിൽ നിന്ന് മാറി നിൽക്കാനായിട്ട് ഇൻഫോർമേഷനും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ബോംബ് ഇൻസ്പെക്ട് ചെയ്യാനായിട്ട് വില്ല് ആ ഒരു ബോംബിന്റെ അടുത്തേക്ക് ചെന്നു. ബോംബ് പരിശോധിച്ചു കഴിഞ്ഞപ്പോൾ വില്ലിനൊരു കാര്യം മനസ്സിലായി. അത് ഒരു ടൈം ബോംബാണ്. കാരണം അതിൽ നിന്ന് ആ ഒരു ടിക് ടിക് സൗണ്ട് കേട്ടിട്ടാണ് അവനത് സ്ഥിരീകരിച്ചത്. ഏതായാലും ഒരു 48 മണിക്കൂറിനുള്ളിൽ ഈ ഒരു ബോംബ് തകരുമെന്ന് വില്ലിന് മനസ്സിലായി. ഏതായാലും അവന്റെ കയ്യിലുള്ള ഒരു മാഗ്നറ്റിക് സ്റ്റോപ്പർ ഉപയോഗിച്ച് അതൊന്ന് സ്ലോ ഡൗൺ ചെയ്യാനായിട്ട് വില്ല് ശ്രമിക്കുകയാണ്. അങ്ങനെ മാഗ്നറ്റിക് സ്റ്റോപ്പർ കണക്ട് ചെയ്തതിനു ശേഷം വില്ലും അവന്റെ സംഘവും അവിടെ നിന്ന് ഓടി മാറി പോവുകയാണ്. അവരെല്ലാവരും ഓടി മറ്റൊരു സൈഡിലേക്ക് മാറി ഒളിച്ചു. അങ്ങനെ ആ ഒരു ക്ലോക്ക് ആക്ടിവേറ്റ് ആവുകയാണ്. അങ്ങനെ ബോംബിലുണ്ടായിരുന്ന ടൈമറിന്റെ ആ ഒരു ഫ്യൂസ് അവർ അങ്ങനെ ഡിറ്റണേറ്റ് ചെയ്യുകയാണ്. ആ ഒരു മാഗ്നറ്റിക് ക്ലോക്ക് യൂസ് ചെയ്താണ് അവർ അതങ്ങനെ ഡിറ്റണേറ്റ് ചെയ്തത്. അങ്ങനെ വലിയ സ്ഫോടനമൊന്നും ഉണ്ടാകാതെ തന്നെ അവർ ആ ഒരു ക്ലോക്കർ ആ ഒരു ടൈമർ ഡിഫ്യൂസ് ചെയ്യാൻ കഴിഞ്ഞു. പക്ഷേ ആ ഒരു ബോംബ് അത് എപ്പോൾ വേണമെങ്കിലും പൊട്ടാമെന്ന അവസ്ഥയിൽ തന്നെയാണ്. അതിൻ്റെ ഒരു ടൈമർ ഡിഫ്യൂസ് ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ആ ഒരു ബോംബിന് ചുറ്റും ഒരു മിറ്റിഗേഷൻ വാള്, ഒരു ഭിത്തി നിർമ്മിക്കാനായിട്ട് അവർ തീരുമാനിക്കുകയാണ്. അതിന് ഏറെക്കുറെ 5 മണിക്കൂർ വേണം. ഇതേ സമയം ആ ഒരു കൊള്ളസംഘത്തെ കാണിക്കുകയാണെങ്കിൽ ഡ്രില്ല് ചെയ്ത് അവസാനം ഒരു സ്റ്റീലിൽ തട്ടുകയാണ്. അങ്ങനെ അവസാനം വെൽഡിംഗ് മെഷീൻ ഉപയോഗിച്ച് ആ ഒരു സ്റ്റീല് മുറിച്ചതിന് ശേഷം അവർ അങ്ങനെ ബാങ്കിലേക്ക് കയറുകയാണ്. ബാങ്കിന്റെ ആ ഒരു സേഫ് എല്ലാം വെച്ചിരിക്കുന്ന ആ ഒരു സ്ട്രോങ് റൂമിലേക്കാണ് അവർ കയറി ചെന്നത്. കയറി ഉടനെ തന്നെ അവിടെ ഉണ്ടായിരുന്ന ക്യാമറകളെല്ലാം ഒരു സ്പ്രേ ഉപയോഗിച്ച് സ്പ്രേ ചെയ്ത് ഹൈഡ് ചെയ്യുകയാണ്. ശേഷം അവിടെ ഉണ്ടായിരുന്ന എല്ലാ ലോക്കറും തുറന്ന് അതിനകത്തുള്ള ക്യാഷും ജ്വല്ലറിയും എല്ലാം അവർ ബാഗ് ചെയ്തു വെച്ചു. അവിടെ കുറേയേറെ സ്വർണ്ണക്കട്ടുകൾ ഉണ്ടായിരുന്നെങ്കിലും അതിന് നല്ല വെയിറ്റ് ആയതുകൊണ്ട് അവർ ആ സ്വർണ്ണക്കട്ടുകൾ എടുത്തില്ല. ഇതേ സമയം ആ ഒരു കൺസ്ട്രക്ഷൻ സൈറ്റിൽ ആ ഒരു മിറ്റിഗേഷൻ വാള്, ആ ഒരു ഭിത്തി ഉണ്ടാക്കുന്ന തിരക്കിലാണ് അവിടെ വർക്കേഴ്സ് എല്ലാവരും. അതിൻ്റെ ഇടയിലാണ് വലിയൊരു കാര്യം ശ്രദ്ധിച്ചത്. മാർട്ടിൻ ആ ഒരു ബോംബിന്റെ അടുത്തേക്ക് ചെന്ന് എന്തോ കാര്യമായിട്ട് നോക്കുകയാണ്. ഉടൻ തന്നെ വില്ല ബോംബിന്റെ അടുത്ത് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരെല്ലാം മറ്റൊരു സൈഡിലേക്ക് മാറ്റി. വില്ലങ്ങനെ മാർട്ടിന്റെ അടുത്തേക്ക് ചെന്ന് അവനോട് കാര്യം അന്വേഷിച്ചപ്പോൾ മാർട്ടിൻ ഒരു കാര്യം പറഞ്ഞു. ആ ഒരു ബോംബ് ഞാൻ പരിശോധിച്ച് നോക്കിയപ്പോൾ ബോംബിന്റെ ചില ഭാഗങ്ങളിൽ മാത്രം തുരുമ്പില്ല. ഒരു 80 വർഷമായ ബോംബിന്, അതായത് വേൾഡ് വാർ 2 ഉപയോഗിച്ച ആ ഒരു ബോംബിൽ തുരുമ്പില്ല എന്ന് പറയുമ്പോൾ അതിൽ സംശയിക്കാനായിട്ട് ചില കാര്യങ്ങളുണ്ടെന്ന് മാർട്ടിൻ വില്ലിനോട് പറയുകയാണ്.
എന്നാൽ വില്ലിന് മാത്രം അതിൽ കാര്യമായിട്ട് സംശയിക്കാനായിട്ടൊന്നും തോന്നിയില്ല. ശേഷം അവിടെയുള്ള വർക്കേഴ്സിനോട് തിരികെ ആ ഒരു സൈറ്റിലേക്ക് തന്നെ പോകാനായിട്ട് പറഞ്ഞു. കുറച്ച് സമയങ്ങൾ കഴിഞ്ഞപ്പോഴാണ് അവിടെ ഉണ്ടായിരുന്ന ഒരു സോൾജിയർ ആ ഒരു ബോംബിൽ ആ ഒരു ടൈമർ പിന്നീടും റൺ ചെയ്യാൻ തുടങ്ങുന്നത് ആ ഒരു സോൾജിയർ ശ്രദ്ധിച്ചത്. അതിന്റെ അർത്ഥം ആ ഒരു ടൈമർ, ആ ബോംബിലെ ടൈമർ മാൽ ഫങ്ഷനിങ് ആണ്. ഉടൻ തന്നെ ആ ബോംബിന്റെ അടുത്ത് വർക്ക് ചെയ്ത എല്ലാവരെയും വില്ല് ഇവാക്യുവേറ്റ് ചെയ്യുകയാണ്. അതിന്റെ ഒപ്പം തന്നെ വില്ല് അവന്റെ കയ്യിൽ കുറച്ച് ടൂൾസും കയ്യിൽ കരുതി. അങ്ങനെ വില്ല് ധൈര്യം സംഭരിച്ച് അവന്റെ ടൂൾസുമായിട്ട് ആ ഒരു ബോംബിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. ബോംബിന്റെ ആ ഒരു ഫ്യൂസ് ഡ്രില്ല് ചെയ്ത് അതിൽ ഫോഗ് ഉപയോഗിച്ച് ആ ഒരു ഫോഗിങ് മെക്കാനിസം ഉപയോഗിച്ച് അത് തടുക്കാനായിട്ടായിരുന്നു അവന്റെ പ്ലാന്. വില്ലങ്ങനെ സൂക്ഷ്മതയോടെ സൂക്ഷിച്ച് ആ ഒരു ബോംബിന്റെ ആ ഒരു ഫ്യൂസ് ഡ്രില്ല് ചെയ്യുകയാണ്. ഇതേ സമയത്ത് ആ ഒരു വർക്ക് സ്റ്റേഷനിലുണ്ടായിരുന്ന ആൾക്കാരും പോലീസും എല്ലാം ഡ്രോണിലൂടെ ആ ഒരു നഗരം നിരീക്ഷിച്ചപ്പോഴാണ് ഒരു കാര്യം അവർ ശ്രദ്ധിച്ചത്. തെർമൽ സ്കാനറിൽ ഒരു ഭാഗം മാത്രം, ആ ഒരു നഗരത്തിലെ ഒരു ഭാഗം മാത്രം സ്പോട്ട് ചെയ്തിരിക്കുന്നു. അതാകട്ടെ ആ ഒരു സൈറ്റിലുള്ള സോൾജേഴ്സ് യൂസ് ചെയ്യുന്ന ജനറേറ്റർ അല്ല. ഇതിലൊന്നും പെടാത്ത മറ്റെന്തോ ഒരു തെർമൽ സ്പോട്ടാണത്. അതുകൊണ്ട് സുസാന ഉടൻ തന്നെ വില്ലിനെ വിളിച്ച് ആ ഒരു പ്രൊസീജിയേഴ്സ് സ്റ്റോപ്പ് ചെയ്യാൻ പറയുകയാണ്. കാരണം ആ ഒരു മിസ്റ്റീരിയസ് ഹോട്ട്സ്പോട്ടിലേക്ക് സുസാന 2-3 ഓഫീസേഴ്സിനെ അയക്കാൻ പോവുകയാണ്. അങ്ങനെ ഇരുന്നപ്പോഴാണ് ആ ഒരു ബോംബിന്റെ അടുത്ത് മാർട്ടിൻ നിൽക്കുന്നത് വില്ല് ശ്രദ്ധിച്ചത്. തിരികെ ഓടി വരാനായിട്ട് വില്ല് അവന് സിഗ്നൽ കൊടുക്കുകയാണ്. അപ്പോഴേക്കും മാർട്ടിന് ആ ഒരു ബോംബിന്റെ അടുത്ത് നിന്ന് ആ ഒരു ക്ലോക്ക് സ്റ്റോപ്പർ മാറ്റി വെച്ചിരുന്നു. കാരണം അത് വർക്കാകുന്നില്ലായിരുന്നു. അത് മാറ്റേണ്ടത് തന്റെ ഉത്തരവാദിത്തമാണെന്നാണ് മാർട്ടിൻ അയാളോട് പറഞ്ഞത്. എന്നാൽ വില്ല് അവനോട് മറ്റൊരു കാര്യമാണ് മറുപടി പറഞ്ഞത്. ഒരിക്കലും തന്റെ ജീവന് തുല്യമാകില്ല അതൊന്നും. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ബാക്കിയുള്ള സോൾജേഴ്സിന്റെ കൂടെ മാറിപ്പോയി ഒളിക്കാനായിട്ട് അവൻ പറയുകയാണ്. ഇതേ സമയത്ത് ആ ഒരു ബാങ്കിൽ കാണിക്കുകയാണെങ്കിൽ കറാലിസ് ആ ഒരു വോൾട്ട് റൂമിൽ നിന്ന് ഒരു പ്രത്യേക ബോക്സ് തുറന്നിട്ട് എന്തോ ഒന്ന് മാറ്റി വെക്കുകയാണ്. അവരുടെ കൂടെയുള്ള എക്സ് എന്നയാൾ ഇത് കണ്ടിട്ട് അവനോട് പറയുകയാണ് അവിടെ അവർ കൊണ്ടുവന്ന ആ ഒരു ട്രോളിയിലേക്ക് അത് എടുത്തിടാനായിട്ട്. ആദ്യമേ എക്സ് പറഞ്ഞ ആ ഒരു കാര്യം കറാലിസ് കേട്ടില്ലെങ്കിലും അവനെടുത്ത ആ ഒരു പൊതി ആ ഒരു ട്രോളിയിലേക്ക് ഇടുകയാണ്. പെട്ടെന്നാണ് കറാലിസ് വെളിയിലേക്ക് നോക്കിയപ്പോൾ പോലീസുകാർ വരുന്നത് കണ്ടത്. കൂടെ ഉള്ളവരോട് ശബ്ദം വെക്കാതെ അനങ്ങാതിരിക്കാനായിട്ട് കറാലിസ് പറയുകയാണ്. ഈ ഒരു സമയം കൊണ്ട് കറാലിസ് പുറത്തേക്ക് ഇറങ്ങി ആ ഒരു ട്രാഷ് ക്യാൻ്റെ അടുത്ത് ചെന്നിട്ട് ആ ഒരു ജനറേറ്ററും ഓഫാക്കുകയാണ്. അപ്പോഴാണ് ഒരു പോലീസുകാർ ആ ഒരു വീടിന്റെ ഫ്രണ്ടിലേക്ക് വണ്ടി നിർത്തിയിട്ട് ആ ഒരു വീടിനകത്തേക്ക് കയറാൻ ശ്രമിച്ചത്. പക്ഷേ ആ ഒരു വീടിന്റെ വാതിൽ അടച്ചിട്ടിരിക്കുകയായിരുന്നു. ഇത് കണ്ടതേ സംശയം തോന്നിയ പോലീസുകാർ ആ ഒരു ബിൽഡിങ്ങിന് ചുറ്റും പരിശോധിക്കാനായിട്ട് തുടങ്ങി. കുറച്ച് മാറി നിന്ന് കറാലിസ് ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. ഉടൻ തന്നെ കൂടെ ഉണ്ടായിരുന്നവരോട് ഫോൺ ചെയ്തിട്ട് ശബ്ദം കുറച്ച് പതിയെ പണിയെടുക്കാനായിട്ട് പറയുകയാണ്. ഇതേ സമയം പോലീസ് സ്റ്റേഷൻ കാണിക്കുകയാണെങ്കിൽ സുസാന ആ ഒരു ഹോട്ട്സ്പോട്ട് തപ്പിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് പെട്ടെന്ന് ആ ഒരു ഹോട്ട്സ്പോട്ട് ഡിസപ്പിയർ ആയത്. ഇതേ സമയം ആ ഒരു പോലീസുകാർ പരിശോധിക്കുന്നതിനിടയിൽ വീടിന്റെ വെളിയിൽ ആ ഒരു പുറകു ഭാഗത്ത് കറാലിസിനെ അവർ കണ്ടത്. കറാലിസിനെ പോലീസുകാർ പുറകെ നിന്ന് വിളിച്ചപ്പോൾ കറാലിസ് തിരിഞ്ഞു നോക്കാതെ നേരെ ഫ്രണ്ടിലേക്ക് ഓടിപ്പോവുകയാണ്. ഓടുന്നതിനിടയിൽ തന്നെ അവൻ അവന്റെ കൂട്ടുകാരോട് കാര്യങ്ങളെല്ലാം പെട്ടെന്ന് നടത്താനും കിട്ടിയ സാധനങ്ങളുമായിട്ട് എത്രയും പെട്ടെന്ന് രക്ഷപ്പെടാനുമായിട്ട് സിഗ്നൽ കൊടുക്കുകയാണ്. അതുകൊണ്ട് ബാങ്കിലുണ്ടായിരുന്നവരെല്ലാവരും കിട്ടിയ വസ്തുക്കളെല്ലാം പാക്ക് ചെയ്തിട്ട് വെളിയിലേക്ക് ഇറങ്ങാൻ ശ്രമിക്കുകയാണ്. കറാലിസിന്റെ പുറകെ അവനെ പിടിക്കാനായിട്ട് പോലീസുകാർ പുറകെ വന്നെങ്കിലും ആ ഒരു ഗേറ്റ് അടഞ്ഞു കടന്നുകൊണ്ട് അവർക്കതിന് സാധിച്ചില്ല. കാറിൽ നിന്ന് ഒരു കട്ടറൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് ആ ഒരു ഗേറ്റ് മുറിച്ചിട്ട് അകത്തേക്ക് കടക്കാനായിട്ട് പോലീസുകാർ ശ്രമിക്കുകയാണ്. ഇതേ സമയം ആ ഒരു കൺസ്ട്രക്ഷൻ സൈറ്റിൽ വില്ലിന് കാര്യമിട്ട് എന്തൊക്കെയോ സംശയം തോന്നുകയാണ്. എന്തോ തെറ്റായതൊന്നും ഇപ്പോൾ നടക്കുമെന്നൊരു തോന്നൽ തനിക്കുണ്ടെന്ന് വില്ല് സുസാനയോട് പറയുകയാണ്. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന സോൾജേഴ്സിനോടെല്ലാം ഹെൽമെറ്റ് എല്ലാം ധരിച്ച് ഒളിങ്ങിയിരിക്കാനായിട്ട് അവൻ നിർദ്ദേശം കൊടുത്തു. പെട്ടെന്നായിരുന്നു ആ ഒരു ബോംബിന്റെ ആ ഒരു ടിക് സൗണ്ട് നിന്നത്. അങ്ങനെ ഞൊടിയിടയിൽ അവിടെ വലിയൊരു സ്ഫോടനം നടക്കുകയാണ്. ആ ഒരു സ്ഫോടനത്തിന്റെ ആ ഒരു ഷോക്ക് വേവ് ആട്ടെ അതിലൂടെ പറന്നിരുന്ന അവരുടെ ഡ്രോൺസിനെ വരെ തകർത്ത് കളഞ്ഞു. പക്ഷേ ആൾക്കാരെല്ലാം നേരത്തെ തന്നെ ഇവാക്യുവേറ്റ് ചെയ്തുകൊണ്ട് അവർ അളന്നു വെച്ച ആ ഒരു ബൗണ്ടറി, ആ ഒരു പെരിമീറ്ററിനപ്പുറേ ആ ഒരു ഷോക്ക് വേവ് എത്തിയില്ല. അതുമാത്രമല്ല ആർമി ഗ്രൂപ്പിലെ എല്ലാവരും തന്നെ സർവൈവ് ആയിട്ടുണ്ട്. വില്ലിനും മറ്റൊരു സോൾജറിനും ചെറിയ പരിക്ക് വന്നിട്ടുണ്ടായിരുന്നെങ്കിലും കൂടെ ഉണ്ടായിരുന്ന ബാക്കി എല്ലാ സോൾജേഴ്സും സേഫാണ്. പക്ഷേ ആ ഒരു ബിൽഡിങ്ങിന് ചുറ്റുമുണ്ടായിരുന്ന ആ ഒരു പോലീസുകാർ അവിടെ തന്നെ കുടുങ്ങി പോവുകയാണ്. അവരെ രക്ഷിക്കാനായിട്ട് ബാക്കപ്പിന് സുസാന ആകട്ടെ കുറേയേറെ ഓഫീസേഴ്സിനെ അങ്ങോട്ട് പറഞ്ഞു വിട്ടു. ഇതേ സമയം ഓടി രക്ഷപ്പെട്ട കറാലിസ് ആകട്ടെ അവന്റെ കൂടെ ഉണ്ടായിരുന്ന ഗ്യാങ് മെമ്പേഴ്സുമായിട്ട് ഒരിടത്ത് വെച്ച് കണ്ടുമുട്ടുകയാണ്. അവരെ കണ്ട ഉടനെ തന്നെ അവർ അവിടെ നിന്ന് മോഷ്ടിച്ചതിൽ നിന്ന് ഒരു പൊതി മാത്രം കറാലിസ് എടുക്കുകയാണ്. അവൻ ആ ഒരു പ്രത്യേക ബോക്സിൽ നിന്ന് മോഷ്ടിച്ചെടുത്ത ആ ഒരു പൊതിയായിരുന്നു അത്. അതുമാത്രമല്ല പോലീസുകാർ നമുക്ക് ചുറ്റുമുണ്ട്, എത്രയും പെട്ടെന്ന് രക്ഷപ്പെടണമെന്ന് കൂടെയുള്ളവർക്ക് അവൻ നിർദ്ദേശം കൊടുത്തു. കറാലിസ് ആകട്ടെ അവനെടുത്ത ആ ഒരു പൊതി തുറന്നു നോക്കി ഒന്നുകൂടെ കൺഫേം ചെയ്തിട്ടാണ് അവരെല്ലാവരും അവിടെ നിന്ന് സ്പ്ലിറ്റ് ആയത്. അങ്ങനെ അവരുടെ പ്ലാൻ അനുസരിച്ച് അവർ 3 സ്പ്ലിറ്റ് ആവുകയാണ്. കറാലിസും അവന്റെ കൂടെയുള്ള വയ്യും ചേർന്നിട്ട് ഒരു ബിൽഡിങ്ങിന് മണ്ടയിൽ കയറി അവർ നേരത്തെ ഒരുക്കി വെച്ച ആ ഒരു 2 ഡ്രോണ് അത് ഓൺ ആക്കുകയാണ്. 2 ഡ്രോണിൽ ഒരു ഡ്രോൺ വർക്ക് ആകുന്നില്ലായിരുന്നെങ്കിലും കറാലിസ് അത് ഫിക്സ് ചെയ്തു.
അങ്ങനെ കറാലിസും വയ്യും അവർ മോഷ്ടിച്ച ആ ഒരു പാക്കേജ് ആ ഒരു ഡ്രോണിന്റെ റാക്കിലേക്ക് കയറ്റി വെച്ച് ഡ്രോൺ പറത്തി വിടുകയാണ്. പുറത്തു നിൽക്കുന്ന പോലീസുകാർ ഈ ഒരു ഡ്രോൺ പറന്നു പോകുന്നത് കാണുന്നുണ്ടായിരുന്നെങ്കിലും അത് പോലീസുകാർ യൂസ് ചെയ്യുന്ന ആ ഒരു ഡ്രോൺ ആണെന്നാണ് അവർ വിചാരിച്ചത്. അങ്ങനെ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ ഒരു പറത്തിവിട്ട ഡ്രോണ് മറ്റൊരു ബിൽഡിങ്ങിന്റെ റൂഫിൽ ലാൻഡ് ചെയ്യുകയാണ്. അവിടെ നിന്ന് ഒരു സ്ത്രീയാണ് ഈ ഒരു ഡ്രോണിലുള്ള ആ ഒരു പാക്കേജ് കളക്ട് ചെയ്യുന്നത്. ഇതേ സമയം അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന വൈയും സിയും അവിടെ കൺസ്ട്രക്ഷൻ സൈറ്റിലുണ്ടായിരുന്ന ഒരു മാൻഹോൾ തുറന്ന് അതിനകത്തേക്ക് കയറി ഇറങ്ങുകയാണ്. എന്നാൽ കുറച്ചകലെ മാറി നിന്ന പോലീസുകാർ അവരെ കാണുന്നുണ്ടായിരുന്നു. എന്നാൽ സുസാനയും പോലീസുകാരും CCTVയിലൂടെ ഇവരെ കാണുന്നുണ്ടായിരുന്നു. കൺസ്ട്രക്ഷൻ സൈറ്റിൽ വാർണിംഗ് കൊടുത്തിട്ടും എന്തിനാണ് അവർ അവിടെ വീണ്ടും നിന്നതെന്ന് സുസാന കൂടെ ഉണ്ടായിരുന്ന പോലീസുകാരോട് അന്വേഷിച്ചു. ഇതേ സമയത്ത് തന്നെ കറാലിസും വയ്യും അവരുണ്ടായിരുന്ന ആ ഒരു ബിൽഡിങ്ങിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരികയാണ്. സ്ട്രീറ്റിൽ അവിടെ കറാലിസിന്റെ പുറകെ വന്ന ആ 2 പോലീസുകാർ അതിലൊരാളാകട്ടെ ബോധം കെട്ട് നിലത്ത് കിടക്കുകയാണ്. കൂടെ ഉണ്ടായിരുന്ന ആളാകട്ടെ കറാലിസിന് പുറകെ അവനെ പിടിക്കാനായിട്ട് പിന്തുടരുന്നു. അങ്ങനെ ആ ഒരു സ്ട്രീറ്റിലൂടെ നടന്നു പോകുന്ന കറാലിസിനെയും വൈനെയും അതുവഴി ഒരു കാറിൽ വന്ന പോലീസുകാർ കാണുകയാണ്. ഇവരെ കണ്ട ഉടനെ തന്നെ കറാലിസും വൈയും അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ്. ഇവരുടെ പുറകെ തന്നെ ആ ഒരു പോലീസുകാരും വെച്ച് പിടിക്കുകയാണ്. അങ്ങനെ ഒരു പാർക്കിംഗ് ലോട്ടിലേക്ക് 2 പേരും ഓടിക്കേറി. അവിടെ ഉണ്ടായിരുന്ന മതിലിന് ചുറ്റും ഓടിക്കറങ്ങി അവർ ആ പോലീസുകാരെ അവിടെ വെച്ച് തന്നെ കൺഫ്യൂസ് ചെയ്തു. അങ്ങനെ ഈ ഒരു സമയം കൊണ്ട് തന്നെ 2 പേരും ബാക്ക് ഡോർ വഴി വെളിയിലേക്ക് ഇറങ്ങി ഓടുകയാണ്. പോലീസുകാർ അവിടെ നിന്ന് ഇറങ്ങാൻ നോക്കുന്ന ആ ഒരു സമയത്ത് 2 പേരും ആ ഒരു മാൻഹോളിന്റെ അടുത്തേക്ക് ഓടി ചെല്ലുകയാണ്. അങ്ങനെ ആ ഒരു മാൻഹോളിലേക്ക് 2 പേരും ഇറങ്ങി. ഈ ഒരു ഡ്രെയിനേജിന്റെ മറ്റൊരറ്റത്ത് എക്സും സിയും രക്ഷപ്പെട്ട് പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. ഇവരെ പ്രതീക്ഷിച്ച് ഇവരെ രക്ഷപ്പെടുത്താനായിട്ട് ഇവരുടെ കൂട്ടത്തിൽ മറ്റൊരാള് ഒരു വാനിലും വെളിയിൽ നിൽപ്പുണ്ടായിരുന്നു. എന്നാൽ പെട്ടെന്നായിരുന്നു കറാലിസും വയ്യും ഇറങ്ങിയ ആ ഒരു മാൻഹോളിന് ഫ്രണ്ടിൽ പോലീസുകാർ വന്ന് കൂട്ടം കൂടിയത്. ഇവരെ പിടിക്കാനായിട്ട് പോലീസുകാരും ആ ഒരു മാൻഹോളിലേക്ക് ഇറങ്ങി ചെല്ലുകയാണ്. എന്നാൽ 2 പേരും അകത്തുള്ള മറ്റൊരു ടണലിന്റെ സൈഡിലേക്ക് ഒളിച്ചിരിക്കുകയാണ്. അങ്ങനെ ഇതേ സമയം ആ വാൻ കാണിക്കുകയാണെങ്കിൽ വാനിന്റെ അടുത്തേക്ക് നേരത്തെ നമ്മൾ കണ്ട ആ ഒരു സ്ത്രീ ആ ഒരു പാക്കേജുമായിട്ട് അയാളുടെ അടുത്തേക്ക് വരികയാണ്. ഒരു കേക്ക് ഡെലിവറി ചെയ്യാൻ എന്ന രീതിയിലാണ് അവൾ ആ വാനിന്റെ അടുത്തേക്ക് വന്നത്. അങ്ങനെ ആ ഒരു പാക്കേജ് വാങ്ങിയിട്ട് അവൾക്ക് കൊടുക്കേണ്ട ആ ഒരു എമൗണ്ടും കൊടുത്തിട്ട് അവളെ പറഞ്ഞു വിടുകയാണ് ആ വാനിലെ ആൾക്കാർ. അങ്ങനെ ആ ഒരു പോലീസുകാർ ഡ്രെയിനേജിലൂടെ നടന്ന് ആ ഒരു ഡ്രെയിനേജിന്റെ ആ ഒരു അറ്റത്തെത്തുകയാണ്. പോലീസുകാർ വെളിയിലേക്ക് ഇറങ്ങി വരുന്നത് കണ്ടതേ ആ ഒരു വാനിലുണ്ടായിരുന്ന അവർക്ക് മറ്റൊരു മാർഗമില്ലാഞ്ഞിട്ട് അവിടെ നിന്ന് വാൻ എടുക്കേണ്ടി വന്നു. ഇതേ സമയം ആ ഒരു കൺസ്ട്രക്ഷൻ സൈറ്റിൽ മാർട്ടിൻ വില്ലിനോട് ഒരു കാര്യം പറയുകയാണ്. ആ ഒരു പൊട്ടിയ ബോംബ് അത് നമ്മൾ ഫോറൻസിക്കിന് ആ ഒരു എക്സാമിനേഷന് കൊടുക്കണമെന്ന് മാർട്ടിൻ പറയുകയാണ്. കാരണം ആ ഒരു ബോംബ് കണ്ടിട്ട് സെക്കൻഡ് വേൾഡ് വാറിൽ യൂസ് ചെയ്ത ഒരു ബോംബായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇവൻ്റെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കേട്ടിട്ട് വില്ലിന് അത്ര കംഫർട്ടബിൾ ആയിട്ട് തോന്നിയില്ല. തനിക്ക് തന്ന പണി എന്താണോ അത് മാത്രം ചെയ്താൽ മതി എന്ന് വില്ല് മാർട്ടിനോട് പറഞ്ഞു. അവസാനം മാർട്ടിനാകട്ടെ ഈ ഒരു കാര്യം സുസാനയോട് ചെന്ന് പറയുകയാണ്. ആ ഒരു ബോംബ് ഒരു ഫോറൻസിക് എക്സാമിനേഷന് കൊടുക്കണം, എന്നാലേ യഥാർത്ഥ കാരണങ്ങൾ നമുക്ക് തിരിച്ചറിയാൻ കഴിയത്തുള്ളെന്ന് മാർട്ടിൻ പറഞ്ഞു. ഇതേ സമയം അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ആ ഒരു പോലീസുകാരൻ കറാലിസിന്റെ പുറകെ പോയെങ്കിലും ആ ഒരു ബിൽഡിങ്ങിനകത്തേക്ക് കയറുകയാണ്. അവസാനം ബിൽഡിങ്ങിന്റെ ബേസ്മെന്റിൽ ചെന്ന് നോക്കിയപ്പോഴാണ് അവിടുത്തെ ഭിത്തിയിൽ ഒരു വലിയ തുരങ്കം കണ്ടത്. അങ്ങനെ തൊട്ടടുത്തുണ്ടായിരുന്ന ആ ഒരു ബാങ്കിൽ റോബറി നടന്നിട്ടുണ്ടെന്ന് അയാൾ അങ്ങനെ മനസ്സിലാക്കുകയാണ്. ഉടൻ തന്നെ അവരുടെ ചീഫായിട്ടുള്ള സുസാനയെ വിളിച്ച് അയാൾ ഈ ഒരു കാര്യം റിപ്പോർട്ട് ചെയ്യുകയാണ്. ആ ഒരു നഗരത്തിന് ചുറ്റും പോലീസുകാരെ കൊണ്ട് തെരച്ചിൽ നടത്താനായിട്ട് സുസാന ഓർഡർ ചെയ്യുകയും ചെയ്തു. ഇതേ സമയം പോലീസുകാർ പോയി എന്ന് മനസ്സിലാക്കിയതിനു ശേഷം കറാലിസും വയ്യും മാൻഹോളിന്റെ മറ്റൊരു അറ്റത്ത് നിന്ന് ഇറങ്ങി വരികയാണ്. അവർ അങ്ങനെ പ്ലാൻ ചെയ്തതുപോലെ തന്നെ കറാലിസിന്റെയും വൈയുടെയും അടുത്തേക്ക് ആ ഒരു വാൻ കൊണ്ടുവന്ന് നിർത്തുകയാണ്. എന്നാൽ ആ ഒരു വാനിൽ കയറിയ ഉടനെ തന്നെ കറാലിസ് അവൻ സീക്രട്ടായിട്ട് മോഷ്ടിച്ച ആ ഒരു ബോക്സ് ആണ് അവൻ തപ്പിയത്. അവൻ ഉദ്ദേശിച്ച സാധനം അതിലുണ്ടെന്ന് അവൻ വീണ്ടും തുറന്ന് ഉറപ്പുവരുത്തുകയാണ്. അങ്ങനെ അവർ രക്ഷപ്പെട്ടു എന്ന് കരുതി വാൻ ഫ്രണ്ടിലേക്ക് എടുത്ത് കുറച്ച് കഴിയുമ്പോഴാണ് അവിടെ പോലീസ് ചെക്കിങ്. എന്നാൽ പോലീസുകാരുടെ മുൻപിൽ അവർ കയ്യിലുണ്ടായിരുന്ന കുറച്ച് പേപ്പർ വർക്കുകൾ കൊടുത്തിട്ട് സിറ്റിയിൽ കൺസ്ട്രക്ഷന് വന്ന കുറച്ച് ആൾക്കാരാണെന്ന് പറഞ്ഞ് അവർ ഫേക്കായിട്ട് പ്രൂഫ്സ് കാണിക്കുകയാണ്. ആ പോലീസുകാരാകട്ടെ ഇതെല്ലാം വിശ്വസിച്ചിട്ട് അവരെ കടത്തി വിടുകയും ചെയ്തു. അങ്ങനെ സുസാനയാകട്ടെ ഡ്രെയിനേജിൽ കൂടെ രക്ഷപ്പെട്ട അവരുടെ CCTV ഫൂട്ടേജ് എടുത്ത് പരിശോധിക്കുകയാണ്. അതിലൂടെ സൂക്ഷിച്ച് നോക്കിയപ്പോഴാണ് അവർ ധരിച്ച ആ ഒരു ജാക്കറ്റിന്റെ പുറകിൽ ലണ്ടൻ വാട്ടറിന്റെ ആ ഒരു ലോഗോ അവർ ശ്രദ്ധിച്ചത്. അതുകൊണ്ട് ആ ഒരു ലോഗോയും ആ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയെ പറ്റി പരിശോധിക്കാനായിട്ട് കൂടെ ഉണ്ടായിരുന്നവരോട് അവൾ നിർദ്ദേശം കൊടുത്തു. അങ്ങനെ ഇരുന്നപ്പോഴാണ് ചെക്ക് പോയിന്റിൽ ഉണ്ടായിരുന്ന പോലീസുകാർ ഇതേ സമയം സുസാനനെ വിളിച്ച് ഒരു കാര്യം പറഞ്ഞത്. ഞങ്ങളെ ക്രോസ് ചെയ്ത് ഒരു വാനും ഒരു കൂട്ടം ആൾക്കാരും പോയിരുന്നു. അവരുടെ വാനിലും ഇതേ ലോഗോ, നിങ്ങളയച്ച അതേ ലോഗോ തന്നെയാണ് ഉള്ളത്. ഏതായാലും കറാലിസു സംഘവും വാനിൽ അങ്ങനെ രക്ഷപ്പെട്ട് ഒരു ഗരാജിലെത്തുകയാണ്. അവിടെ ചെന്ന ഉടനെ തന്നെ അവർ നമ്പർ പ്ലേറ്റ് മാറ്റുകയും അവരുടെ വാനിലെ ആ ഒരു ലോഗോ കഴുകി കളയുകയും ചെയ്യുകയാണ്. അങ്ങനെ പണിയെല്ലാം കഴിഞ്ഞ് അവസാനം അവർ ആ റോഡിലേക്ക് വാൻ ഇറക്കി ആ ഒരു സിറ്റിയിൽ നിന്ന് രക്ഷപ്പെടുകയാണ്. അങ്ങനെ സെലിബ്രേറ്റ് ചെയ്താണ് അവർ ആ വാനിൽ യാത്ര ചെയ്ത് രക്ഷപ്പെടുന്നത്. ഇതേ സമയം ബാങ്കിലെ ആ ഒരു വോൾട്ടിൽ പോലീസുകാർ വന്ന് പരിശോധനകളെല്ലാം നടത്തുകയാണ്. ഇതേ സമയത്താണ് കഥയിലെ മറ്റൊരു ക്യാരക്ടറിനെ നമുക്ക് കാണിക്കുന്നത്.
തുടക്കത്തിൽ നമ്മൾ കണ്ടിരുന്നു ആ നഗരത്തിലെ ആ ഒരു സിറ്റിസൺ ആയിട്ടുള്ള റഹീം എന്നയാൾ. അയാളുടെ കുടുംബത്തെ കൂട്ടിക്കൊണ്ട് ഇവാക്യുവേഷൻ നടന്ന ആ ഒരു സിറ്റിയിലെ ആ ഒരു പെരിമീറ്റർ ആ ഒരു ചെക്ക് പോയിന്റിൽ എത്തുകയാണ്. അവിടെ ബ്ലോക്ക് ചെയ്ത പോലീസുകാരുടെ അവനൊരു കാര്യം പറയുകയാണ്. തൻ്റെ അപ്പാർട്ട്മെന്റ് ഈ ഒരു സിറ്റിയിലാണെന്നും തനിക്കും തൻ്റെ കുടുംബത്തിനും ഒരു ഫ്ലൈറ്റ് പിടിക്കാനുണ്ട്, അപ്പോൾ ബാഗും സാധനങ്ങളും അവിടെ നിന്ന് എടുക്കണമെന്നും അവൻ ആ പോലീസുകാരോട് പറയുകയാണ്. അങ്ങനെ ഏത് ബിൽഡിംഗ് ആണെന്ന് ചോദിച്ചപ്പോഴാണ് പോലീസുകാർക്ക് കാര്യം മനസ്സിലായത്. ആ ഒരു ക്രൈം നടന്ന, ആ റോബറി നടന്ന ബാങ്കിന് തൊട്ട് അടുത്തുള്ള ആ ഒരു അപ്പാർട്ട്മെന്റ് ആണ് ഇവരുടെ ബിൽഡിങ്. അതായത് ആ ഒരു റോബേഴ്സ് യൂസ് ചെയ്ത ആ ഒരു ബേസ്മെന്റ് എന്ന് പറയുന്നത് ഇവരുടെ ബിൽഡിങ്ങിലാണ്. ഇതറിഞ്ഞ ഉടനെ തന്നെ പോലീസുകാർ ഏതായാലും സ്റ്റേറ്റ്മെന്റ് എടുക്കാനായിട്ട് അവനെയും അവൻ്റെ കുടുംബത്തെയും കടത്തിവിടുകയാണ്. ഇതേ സമയം ആ ഒരു കൺസ്ട്രക്ഷൻ സൈറ്റ് കാണിക്കുകയാണ്. വില്ലിന്റെ അടുത്തേക്ക് 2 സുപ്പീരിയർ ജനറൽസ് വന്ന് അവനോട് ചില കാര്യങ്ങൾ ചോദിക്കുകയാണ്. ഇവിടെ ഇങ്ങനൊരു ഇൻസിഡന്റ് ഉണ്ടായിട്ട് എന്തുകൊണ്ട് ഹയർ ഒഫീഷ്യൽസിനെ അറിയിച്ചില്ല? മാത്രമല്ല ഈ ഒരു കേസിൽ ചില അപാകതയുണ്ടായിട്ടും അതും താൻ അറിയിച്ചിട്ടില്ല. വില്ലിന് വന്ന ഈ ഒരു വീഴ്ചകളെല്ലാം അവർ രണ്ടുപേരും ക്വസ്റ്റ്യൻ ചെയ്യുകയായിരുന്നു. പക്ഷേ വില്ലിന്റെ മറുപടി ആകട്ടെ മറ്റൊന്നായിരുന്നു. തൻ്റെ പ്രയോറിറ്റി എന്ന് പറയുന്നത് ആ ഒരു ബോംബ് നിർവീര്യമാക്കാനായിട്ടായിരുന്നു. അതിൻ്റെ ഒപ്പം തന്നെ ആ ഒരു സിറ്റിയും അതിൽ ജനങ്ങളെ രക്ഷിക്കുക എന്നതും. അതുകൊണ്ട് ജനറൽസിന് ഒരു വേണ്ട രീതിയിലുള്ള ഒരു എക്സ്പ്ലനേഷൻ തന്നെ വില്ല് കൊടുക്കുകയാണ്. ഇതൊക്കെ കഴിഞ്ഞിട്ട് തൻ്റെ സുഹൃത്തുക്കളൊത്ത് അതേ സൈറ്റിൽ വെച്ച് തന്നെ ആ ഒരു സിറ്റിനെ രക്ഷിച്ച ആ ഒരു വിജയം അവർ ആഘോഷിക്കുകയാണ്. കുറച്ച് ഡ്രിങ്ക്സ് എല്ലാം എടുക്കുന്നുണ്ടായിരുന്നെങ്കിലും വില്ല് അവന് കിട്ടിയ ഡ്രിങ്ക്സ് താഴേക്ക് ഒഴിച്ചു കളയുകയായിരുന്നു. അങ്ങനെ അടുത്ത സീനിൽ നമ്മളെ പോലീസ് സ്റ്റേഷൻ കാണിക്കുകയാണ്. സുസാന റഹീമിനെയും അവൻ്റെ ഫാമിലിയും ക്വസ്റ്റ്യൻ ചെയ്യുകയാണ്. നടന്ന ആ ഒരു ക്രൈമിനെ പറ്റിയും ആ ഒരു കാര്യത്തെ പറ്റിയും സുസാന അവർക്ക് വിശദീകരിച്ചു കൊടുത്തു. അങ്ങനെ ഇൻട്രോഗേറ്റ് ചെയ്തപ്പോഴാണ് റഹീം ഒരു കാര്യം അവരോട് പറഞ്ഞത്. ആ ഒരു ദിവസം രാവിലെ ലണ്ടൻ വാട്ടർ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് കുറച്ച് വർക്കേഴ്സ് ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നിരുന്നു. വീടിന്റെ ഓണറിനോട് സംസാരിച്ചതാണെന്നും ബേസ്മെന്റിലുള്ള ചില വാട്ടർ കൺസ്ട്രക്ഷന്റെ ആ ഒരു വർക്കുകൾ ചെയ്യാനായിട്ടാണ് അവർ വന്നത് എന്നാണ് റഹീമിനോട് അവർ പറഞ്ഞത്. ഓണറിനോട് നേരത്തെ പറഞ്ഞതുകൊണ്ട് തന്നെ റഹീം ആകട്ടെ ബേസ്മെന്റിന്റെ കീ അവർക്ക് നേരത്തെ കൈമാറുകയും ചെയ്തു. ആദ്യമേ തന്നെ റഹീമിന്റെ അച്ഛൻ ഇതിനെ എതിർത്തിരുന്നെങ്കിലും റഹീമും അവന്റെ ഫാമിലിയും അഭയാർത്ഥികളായതുകൊണ്ട് ഇങ്ങനെ വർക്കേഴ്സ് വന്നു കഴിയുമ്പോൾ അവർക്കെതിരെ എതിർത്ത് നിന്ന് കഴിഞ്ഞാൽ കറങ്ങിത്തിരിഞ്ഞ് എങ്ങനെയെങ്കിലും ഇവരുടെ തലയിലേക്ക് തന്നെ വരുമെന്ന് അവർക്കറിയാമായിരുന്നു. അതുകൊണ്ടാണ് റഹീമും ഫാമിലിയും ഇതിനെ എതിർക്കാതിരുന്നത്. അവരുടെ ഉദ്ദേശം എന്താണെന്ന് റഹീമിന് യഥാർത്ഥത്തിൽ മനസ്സിലാകാത്തതുകൊണ്ട് അവൻ ആ കീസും അവർക്ക് കൊടുത്ത കാര്യവും സുസാനയോട് അവൻ വിശദീകരിച്ച് പറയുകയാണ്. ഇതേ സമയത്ത് വാനുമായിട്ട് കറാലിസും ടീമും ഒരു ഒഴിഞ്ഞ പ്രദേശത്ത് എത്തുകയാണ്. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന ഒരു സേഫ് ഹൗസിലേക്ക് അവർ വണ്ടി കയറ്റിയിട്ടിട്ട് അവർ യൂസ് ചെയ്ത ആ ഒരു ക്ലോത്തും ആ ഒരു വാനും കത്തിച്ച് കളയാനായിട്ട് അവർ തീരുമാനിച്ചു. എന്നാൽ അവരുടെ കൂട്ടത്തിൽ വൈയും സിയും അവർ ഉപയോഗിച്ച ജാക്കറ്റും വസ്ത്രവും ഊരാനായിട്ട് നിരസിച്ചു. കാര്യം കൂടുതൽ പരിശോധിച്ചപ്പോഴല്ലേ അവർക്ക് മനസ്സിലായത് മോഷണത്തിനിടയിൽ കുറച്ച് ഗോൾഡും കുറച്ച് പാക്കറ്റിന് സാധനങ്ങളുമെല്ലാം അവർ അവരുടേതായിട്ട് അവരുടെ പോക്കറ്റിലേക്ക് മാറ്റി വെച്ചിരുന്നു. ഇങ്ങനെ കൂടെ ആയപ്പോൾ കറാലിസ് അവൻ മാറ്റിവെച്ച ആ ഒരു സ്പെഷ്യൽ പാക്കറ്റിൽ എന്തായിരുന്നെന്ന് അവർക്ക് കാണിച്ചു കൊടുക്കുകയാണ്. ആ പാക്കറ്റിലാകട്ടെ മുറിക്കാത്ത കുറേയേറെ ഡയമണ്ട്സ് ആയിരുന്നു. ഏറെക്കുറെ 30 മില്യനാണ് അതിന്റെ വില വരുന്നത്. ഈ ഡയമണ്ടും നമ്മൾ 4 പേർക്കിടയിൽ തുല്യമായിട്ട് വീതിക്കുമെന്ന് കറാലിസ് പറഞ്ഞിട്ട് ഒരു കോൾ ചെയ്യാനായിട്ട് അവൻ വെളിയിലേക്ക് ഇറങ്ങി പോവുകയാണ്. പെട്ടെന്നായിരുന്നു അവരുടെ ആ ഒരു മുറിയിലേക്ക് 2 ഗുണ്ടകൾ കയറി വന്നിട്ട് അവരെ ഭീഷണിപ്പെടുത്തിയത്. അവരുടെ ഇടയിലുള്ള സിയാകട്ടെ അവരെ എതിർക്കാൻ നിന്നെങ്കിലും 2 ഗുണ്ടകളും അവനെ ഇടിച്ച് ചതച്ച് താഴെ ഇടുകയാണ്. അവരുടെ കൂടെ ഉണ്ടായിരുന്ന വൈ രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ മറ്റൊരു ഗുണ്ട അവന് നേരെ വെടിവെച്ചു. ഇവരുടെ എല്ലാം കൂടെയുള്ള ആ ഒരു ഡ്രൈവർ പെട്ടെന്ന് അയാളെ ഇടിച്ച് താഴേക്ക് ഇടുകയാണ്. ഈ ഒരു സമയം കിട്ടിയപ്പോൾ എക്സ് ആകട്ടെ നേരെ സ്റ്റെയർ കേസ് വഴി മണ്ടയിലേക്ക് ഓടിക്കേറി. അവരുടെ കൂടെ ഉണ്ടായിരുന്ന മറ്റൊരു ഗുണ്ട ഇവന്റെ പുറകെ തന്നെ പോയി. അങ്ങനെ ഓടി അവിടെ ഉണ്ടായിരുന്ന ഒരു ജനൽ വഴി അവൻ താഴേക്ക് എടുത്ത് ആടുകയാണ്. എന്നാൽ താഴേക്ക് വീണപ്പോഴാണ് ഈ ഒരു ഗുണ്ടകളുടെ തലവനായിട്ടുള്ള ലൂഡോ അവന് നേരെ തോക്ക് ചൂണ്ടിയത്. അങ്ങനെ ഒട്ടും വൈകാതെ തന്നെ കൂടെ ഉണ്ടായിരുന്ന ആ ഒരു ഗുണ്ടകളെല്ലാവരും ഇവർ 4 പേരെയും ലോക്ക് ചെയ്യുകയാണ്. അപ്പോഴാണ് മറ്റൊരു ട്വിസ്റ്റ് നമ്മളെ വെളിപ്പെടുത്തുന്നത്. കറാലിസ് ഈ ഒരു ഗുണ്ട തലവനായിട്ടുള്ള ലൂഡോയുടെ ആളാണ്. എക്സും വൈയും സിയും ആ ഒരു ഡ്രൈവറും കറാലിസ് കാണിച്ച ഈ ഒരു ചതി ഓർത്തിട്ട് അവനെ നന്നായിട്ട് തെറി പറയുന്നുണ്ട്. അങ്ങനെ അധികം താമസിക്കാതെ കറാലിസും ലൂഡോയും അവൻ്റെ ആൾക്കാരുമെല്ലാം ആ ഒരു വീട്ടിൽ കയറി അവർ മോഷ്ടിച്ച സാധനങ്ങളെല്ലാം ഈക്വലായിട്ട് വീതിക്കുകയാണ്. ഇപ്പോഴാണ് മറ്റൊരു കാര്യം കൂടെ നമുക്ക് വെളിപ്പെടുത്തുന്നത്. കറാലിസ് ലൂഡോയുടെ കസിനാണ്. അങ്ങനെ അവർ ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്നതിനിടയിലാണ് ലൂഡോ ഒരു കാര്യം കറാലിസിനോട് ചോദിച്ചത്. ഈ ഒരു ഡയമണ്ടും ഈ ഒരു ബാങ്കിനെ പറ്റി നിനക്ക് എങ്ങനെ മനസ്സിലായി? അപ്പോൾ കറാലിസ് അവനോട് മറുപടി പറഞ്ഞു. താൻ മുമ്പ് വർക്ക് ചെയ്ത ആ ഒരു ഓഫീസിലെ ബോസിൻ്റെതാണ് ഈ ഒരു ഡയമണ്ട് എല്ലാം. അയാളോട് എനിക്ക് അത്രയേറെ വെറുപ്പുള്ളത് കൊണ്ടാണ് അയാളിൽ നിന്ന് ഈ ഒരു ഡയമണ്ട് മോഷ്ടിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചത്. പണ്ട് എൻ്റെ ബോസിന് വേണ്ടി ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ചില കാര്യങ്ങൾ കടത്തിക്കൊണ്ട് വരാൻ വേണ്ടി അയാൾ എന്നെ ഉപയോഗിച്ചിരുന്നു. സത്യസന്ധതയോടെ അയാളുടെ കൂടെ ഞാൻ നിന്നിരുന്നെങ്കിലും അവസാനം അയാൾ 8ന്റെ പണി തന്ന് എന്നെ ചതിക്കുകയായിരുന്നു. അയാളോടുള്ള ആ ഒരു പ്രതികാരമായിട്ടാണ് ഞാൻ ഈ ഡയമണ്ട് മോഷ്ടിച്ചത്. കറാലിസ് അങ്ങനെ താൻ നേരിട്ട് ആ ഒരു കാര്യത്തെപ്പറ്റി ലൂഡോയോട് തുറന്നു പറയുകയാണ്. അങ്ങനെ ലൂഡോ ആ ഒരു മോഷണം മുതലിൽ നിന്ന് ഡയമണ്ടിന്റെ ഒരു പങ്ക് ചോദിച്ചപ്പോൾ കറാലിസ് ആകട്ടെ ലൂഡോയ്ക്ക് ഒരു ഡയമണ്ട് മാത്രമാണ് കൊടുത്തത്. എന്നാൽ ലൂഡോയാകട്ടെ കറാലിസിന്റെ അടുത്തുനിന്ന് ആ ഒരു ഡയമണ്ടിന്റെ 80% അവൻ ചോദിച്ചത്.
ഇതുകൂടെ കേട്ടപ്പോൾ കറാലിസിന് അത്ര ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ ഏതായാലും ലൂഡോ മോഷണ മുതലിന്റെ 50% ഡിമാൻഡ് ചെയ്യുകയാണ്. എന്നാൽ അത്രയേറെ തനിക്ക് തരാൻ കഴിയത്തില്ലെന്ന് കറാലിസ് ഉറപ്പിച്ചു പറഞ്ഞു. ദേഷ്യം വന്ന ലൂഡോയാകട്ടെ ഒരു ചുറ്റിക എടുത്തിട്ട് അതിലെ ഒരു ഡയമണ്ടിലേക്ക് നേരെ ആഞ്ഞടിക്കുകയാണ്. ആ ഒരു ചുറ്റിക കൊണ്ട് അടിച്ച ഉടനെ തന്നെ ആ ഒരു ഡയമണ്ട് എല്ലാം പൊടിഞ്ഞു പോവുകയാണ്. ഡയമണ്ട് അത്രയേറെ കട്ടിയുള്ള വസ്തുവാണ്. ലോകത്തിലെ തന്നെ ഹാർഡസ്റ്റ് മെറ്റീരിയലാണ് ഡയമണ്ട്. അതൊരു ചുറ്റിക കൊണ്ട് അടിച്ച് പൊടിഞ്ഞു പോകണമെങ്കിൽ അത് ഫേക്ക് ആണെന്ന് അവിടെ കൂടിയിരുന്ന എല്ലാവർക്കും മനസ്സിലായി. ഇത് കണ്ട കറാലിസും ഒന്ന് ഞെട്ടിപ്പോവുകയാണ്. ഇതിനെപ്പറ്റി തനിക്ക് യാതൊരു അറിവുമില്ലെന്ന് കറാലിസ് ലൂഡോയോട് തുറന്നു പറഞ്ഞു. ഡയമണ്ട് ഫേക്ക് ആണെന്ന് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. പക്ഷേ ലൂഡോയും അവന്റെ കൂട്ടരും അവൻ പറഞ്ഞത് വിശ്വസിച്ചില്ല. ലൂഡോയുടെ ആ ഒരു ഗുണ്ടകൾ അവന്റെ കൈ പിടിച്ചു കെട്ടിവെക്കുകയാണ്. അവന്റെ കൈ മേശപ്പുറത്ത് പിടിച്ചു വെച്ചിട്ട് ലൂഡോയാകട്ടെ ആ ഒരു ചുറ്റിക കൊണ്ട് അവന്റെ കയ്യിലേക്ക് അടിച്ച് അവനോട് സത്യം തുറന്നു പറയാൻ പറയുന്നു. പക്ഷേ ഇതിന്റെ പുറകിൽ താനല്ലെന്ന് കറാലിസ് കരഞ്ഞുകൊണ്ട് പറയുകയാണ്. ഏതായാലും ഡയമണ്ട്സ് കിട്ടിയില്ല. മോഷ്ടിച്ച ജ്വല്ലറീസും ക്യാഷും ലൂഡോ അങ്ങനെ ആ ബാഗിലാക്കി എടുക്കുകയാണ്. ശേഷം അവർ വന്ന ആ വണ്ടിയുടെ ഡിക്കിയിലേക്ക് കറാലിസിനെ കെട്ടിയിട്ട് വെച്ചു. ലൂഡോ അങ്ങനെ കാറും എടുത്തുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ്. മോഷണം നടത്തിയ XYCയും ആ ഒരു ഡ്രൈവറും അവരെ റെസ്റ്റ് ഹൗസിൽ ഒരു സൈഡിൽ ഇപ്പോഴും കിടപ്പുണ്ട്. ഇതേ സമയം സിറ്റിയിലെ ആ ഒരു റെസിഡൻസ് ഏരിയ കാണിക്കുകയാണ്. ഇവാക്യുവേറ്റ് ചെയ്ത എല്ലാവരും തന്നെ തിരിച്ച് ആ ഒരു സിറ്റിയിലേക്ക് പോലീസുകാർ കൊണ്ടുവരികയാണ്. എല്ലാവരും അങ്ങനെ തിരികെ അവരവരുടെ വീട്ടിലേക്ക് പോവുകയാണ്. പക്ഷേ ആ ഒരു നഗരത്തിൽ കറണ്ട് തിരിച്ചു വന്നിട്ടില്ല. അതുകൊണ്ട് റഹീമിന് വീൽ ചെയറിലായിരിക്കുന്ന അവന്റെ അച്ഛനെ സ്റ്റെയർകേഴ്സ് വഴി മുകളിലത്തെ നിലയിലേക്ക് കൊണ്ടുപോകേണ്ടി വരികയാണ്. റഹീമിന്റെ അച്ഛനും അവന്റെ അമ്മയും കൂടെ ആ ഒരു ബാഗെല്ലാം പാക്ക് ചെയ്യുന്നതിന്റെ ഇടയിൽ റഹീം അപ്പാർട്ട്മെന്റിന്റെ റൂഫ് ടോപ്പിലേക്ക് ചെല്ലുകയാണ്. അവിടെ ചെന്ന് അവിടെ ഉണ്ടായിരുന്ന കൂടത്തിൽ നിന്ന് ഒരു ചെറിയ ബാഗ് നിറയെ ഡയമണ്ട്സ് അവൻ എടുക്കുകയാണ്. അതെ, ആ ഒരു യഥാർത്ഥ ഡയമണ്ട്സ് റഹീമിന്റെ കയ്യിലായിരുന്നു. അതിനുശേഷം തിരികെ റൂമിലേക്ക് വന്ന് അവന്റെ സൂട്ട് കേസിന്റെ ഒരു ഹാൻഡിൽ ഒടിച്ചിട്ട് മോഷ്ടിച്ച ആ ഒരു ഡയമണ്ട് ആ ഒരു സൂട്ട് കേസിന്റെ ആ ഒരു ഭാഗത്തേക്ക് ഒളിപ്പിച്ചു വെക്കുകയാണ്. അവന്റെ അടുത്ത് അവന്റെ കൂടെ വന്നിരുന്ന അവന്റെ അനിയനോട് കാര്യങ്ങളെല്ലാം നന്നായിട്ട് നടന്നുവെന്ന് റഹീം പറയുകയാണ്. ഇതേ സമയം വില്ലിനെ കാണിക്കുകയാണെങ്കിൽ അവൻ തിരികെ വീട്ടിൽ പോയിട്ട് ഒന്ന് കുളിച്ചിട്ട് ഇറങ്ങി വന്നപ്പോഴാണ് ഹയർ ഒഫീഷ്യൽസിൽ നിന്ന് അവൻ്റെ ഒരു കോൾ വന്നത്. ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് ആ ഒരു ബോംബ് പരിശോധിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്. ഈ ഒരു ബോംബ് 2ാം ലോക മഹായുദ്ധത്തിൽ ഉപയോഗിച്ചിട്ടുള്ള ഒരു ബോംബല്ല. ഈ ഒരു ബോംബിന് അത്രയും പഴക്കമൊന്നുമില്ല. അത് മാത്രമല്ല ഇപ്പോഴത്തെ കാലഘട്ടത്തുള്ള അവിടുത്തെ ആ ഒരു ആർമിയുടെ ബോംബാണിതെന്ന് അവരങ്ങനെ സ്ഥിരീകരിക്കുകയാണ്. ഇതിനെപ്പറ്റി സംസാരിക്കാനായിട്ട് വില്ല് നാളെ വരണമെന്ന് അവൻ്റെ ഓഫീസർ അങ്ങനെ അവനോട് പറയുകയാണ്. ഇതേ സമയം സേഫ് ഹൗസ് കാണിക്കുകയാണെങ്കിൽ കെട്ടിയിട്ടിരിക്കുന്ന എക്സ് അവൻ്റെ കയ്യിലെ ആ ഒരു കെട്ട് എങ്ങനെയൊക്കെയോ അഴിക്കുകയാണ്. ശേഷം കൂടെ പരിക്കേറ്റ് കടന്ന വൈനെയും സീനെയും അവൻ അങ്ങനെ രക്ഷിക്കുന്നു. ആ ഒരു വാൻ ഡ്രൈവറിനെയും രക്ഷിച്ചിട്ട് അവസാനം അവർ 4 പേരും അതേ വാന് എങ്ങനെയൊക്കെയോ സ്റ്റാർട്ടാക്കിയിട്ട് ആ ഒരു വാതിലും ഇടിച്ചു തുറന്ന് പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ്. എന്നാൽ ഇവരുടെ കൂട്ടത്തിലുള്ള വൈ പരിക്കേറ്റ് അവസാനം സിയുടെ കയ്യിൽ കടന്ന് തന്നെ മരിക്കുകയാണ്. ആ ഒരു സേഫ് ഹൗസിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങിയ എക്സ് ആകട്ടെ അവന്റെ ടാബ് എടുത്തിട്ട് അവൻ എന്തൊക്കെയോ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യുകയായിരുന്നു. യഥാർത്ഥത്തിൽ എക്സ് ആകട്ടെ എല്ലാവരുടെയും ജാക്കറ്റിൽ ഒരു ട്രാക്കർ വെച്ചിരുന്നു. അതുപോലെ തന്നെ കറാലിസിന്റെ ജാക്കറ്റിലും ആ ഒരു ട്രാക്കർ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവൻ കറാലിസിനെ ആ ഒരു ടാബിലൂടെ ട്രാക്ക് ചെയ്യുകയാണ്. അങ്ങനെ കറാലിസിന്റെ ലൊക്കേഷൻ കിട്ടിയതിന് ശേഷം അവർ 3 പേരും 2 കാറിലായിട്ട് ആ ഒരു ലൊക്കേഷനിലേക്ക് പോവുകയാണ്. ഇതേ സമയം ലൂഡോയുടെ വണ്ടിയുടെ ആ ഒരു ഡിക്കിയിൽ കിടക്കുന്ന കറാലിസ് അവന്റെ ഫോൺ എടുത്ത് താൻ ആപത്തിലാണെന്ന് ആർക്കോ മെസ്സേജ് അയക്കുകയാണ്. അതിന്റെ കൂടെ തന്നെ അവൻ അവന്റെ ലൊക്കേഷൻ ഷെയർ ചെയ്യുന്നുണ്ട്. അതിന്റെ ഒപ്പം തന്നെ ഡിക്കിയിൽ കടന്നുകൊണ്ട് ലൂഡോയോട് തന്നെ ഇറക്കി വിടാനായിട്ട് അവൻ അലറി കാറുന്നുണ്ടായിരുന്നു. ലൂഡോയാകട്ടെ കേട്ട ഭാവം നടിക്കാതെ മ്യൂസിക് പ്ലെയറിന്റെ ആ ഒരു വോളിയം കൂട്ടി വണ്ടി മുമ്പോട്ടേക്ക് അങ്ങ് ഓടിച്ചുകൊണ്ട് പോവുകയാണ്. ഇതേ സമയം മിലിറ്ററിയുടെ ആ ഒരു ആംഡ് റൂമിൽ ആ ഒരു ബോംബിന്റെ ആ ഒരു ക്ലോക്കർ ടെസ്റ്റ് ചെയ്യുകയാണ് മാർട്ടിൻ. അതിന്റെ ആ ഒരു സ്റ്റോപ്പേജ് ക്ലോക്ക് ചെക്ക് ചെയ്തപ്പോഴാണ് അവനൊരു കാര്യം മനസ്സിലായത്. എക്സ്ട്രാ ഒരു ചിപ്പ് അതിൽ ഘടിപ്പിച്ചിട്ടുണ്ട്. അതായത് ഈ ഒരു ക്ലോക്കർ അല്ലെങ്കിൽ ഒരു സ്റ്റോപ്പേജ് ടൈമർ ടാമ്പേഡ് ആണ്. അതായത് ബോംബിൽ ആരോ കൃത്രിമത്വം കാണിച്ചിട്ടുണ്ടെന്ന് മാർട്ടിൻ അങ്ങനെ മനസ്സിലാവുകയാണ്. ഇതേ സമയം പോലീസ് സ്റ്റേഷൻ കാണിക്കുകയാണെങ്കിൽ അവിടെ പോലീസുകാർ കൂടുതൽ പരിശോധിച്ചപ്പോൾ അവർക്കൊരു കാര്യം മനസ്സിലായി. റഹീം താമസിച്ച ആ ഒരു അപ്പാർട്ട്മെന്റിന്റെ ആ ഒരു പേപ്പർ വർക്കിൽ കറാലിസുമായിട്ട് എന്തോ ഒരു ലിങ്ക് ഉണ്ട്. അങ്ങനെ അവർ കറാലിസിനെ പറ്റി കൂടുതൽ പരിശോധിച്ചപ്പോൾ അവർക്കൊരു കാര്യം മനസ്സിലായി. മോഷണം, കൊല അങ്ങനെ കുറേയേറെ കേസുകൾ കറാലിസിന്റെ പേരിലുണ്ട്. പ്രധാനമായിട്ടും അവന്റെ മോഷണം എന്ന് പറയുന്നത് ഡയമണ്ട്സ് ആണ്. ഇതേ സമയം റഹീമിനെ കാണിക്കുകയാണെങ്കിൽ അവൻ അവന്റെ ഫാമിലിയുമായിട്ട് എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ്. അങ്ങനെ വലിയ കുഴപ്പമില്ലാതെ ചെക്കിംഗ് എല്ലാം കഴിഞ്ഞു. ഇതേ സമയം വഴിയിൽ വെച്ചാകട്ടെ ലൂഡോയുടെ ഫ്രണ്ടിൽ എക്സ് കാറുമായിട്ട് കുറുകെ നിർത്തുകയാണ്. എന്നാൽ ലൂഡോ എങ്ങനെയൊക്കെയോ വെട്ടിച്ചു മാറ്റി മറു സൈഡിലേക്ക് എത്തിയപ്പോഴേക്കും മറ്റൊരു കാറിൽ വന്ന ബാക്കി കൂട്ടരാകട്ടെ ലൂഡോയുടെ വണ്ടി ഒരു ഫെൻസിലേക്ക് ഒരു വേലിയിലേക്ക് ഇടിച്ചു കയറ്റുകയാണ്. അങ്ങനെ കാറിൽ നിന്ന് എക്സും സിയും ആ ഒരു ഡ്രൈവറും ഇറങ്ങി വന്നിട്ട് ലൂഡോനെയും അവന്റെ ആൾക്കാരെയും ഇടിച്ചിട്ട് വണ്ടിയുടെ ആ ഒരു വിൻഡോയും ചവിട്ടി പൊട്ടിച്ച് ലൂഡോയുടെ കയ്യിൽ നിന്ന് ആ ഒരു ഗൺ എങ്ങനെയൊക്കെയോ വലിച്ചു മേടിക്കാൻ ശ്രമിക്കുകയാണ്. അതിന്റെ കൂടെ കുറച്ച് വെടിയും പൊട്ടുന്നുണ്ട്. ഡിക്കിയിൽ കിടക്കുന്ന കറാലിസ് ആകട്ടെ ഈ ഒരു ശബ്ദമെല്ലാം കേൾക്കുന്നുണ്ട്.
പെട്ടെന്നായിരുന്നു ആ ഒരു ഡിക്കി തുറന്നിട്ട് സിയും ആ ഒരു വാൻ ഡ്രൈവറും കറാലിസിനെ വെളിയിലേക്ക് എടുത്തത്. അവർ രണ്ടുപേരും കറാലിസിന്റെ ആ രണ്ട് കൈയും പുറകിലേക്ക് വലിച്ചു പിടിക്കുകയാണ്. എക്സ് ആകട്ടെ ഒരു പ്ലാസ്റ്റിക് ബാഗ് ഉപയോഗിച്ച് കറാലിസിന്റെ മുഖം മൂടി വെക്കുകയാണ്. എന്നാൽ പ്രതീക്ഷിക്കാതെയാണ് എക്സിന്റെ കഴുത്തിലേക്ക് ഒരു വെടി കൊണ്ടത്. അതിന്റെ ഒപ്പം തന്നെ സിയുടെ കാലിലും വെടി കൊള്ളുകയാണ്. അങ്ങനെ ആ ഒരു വാൻ ഡ്രൈവറും സിയും മറ്റൊരു സൈഡിലേക്ക് മാറി ഒളിച്ചു. ഈ ഒരു വെടി ഉതിർത്ത ആളുടെ അടുത്തേക്ക് കറാലിസ് ആകട്ടെ ഓടി ചെല്ലുകയാണ്. ഓടി ചെല്ലുമ്പോഴാണ് മനസ്സിലാകുന്നത് ആ ഒരു വെടി ഉതിർത്തത് മറ്റാരുമല്ല, വില്ലാണ്. ഇപ്പോഴാണ് ആ ഒരു കഥയിലെ മറ്റൊരു ട്വിസ്റ്റ് നമ്മളെ കാണിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ, അതായത് ഈ ഒരു മോഷണവും ആ ഒരു കൺസ്ട്രക്ഷൻ സൈറ്റിലെ ആ ഒരു ബോംബിന്റെ കാര്യങ്ങളും, ഇതെല്ലാം ഇവരുടെ ഒരു പ്ലാൻ ആയിരുന്നു. അങ്ങനെ അവസാനം കറാലിസിനെ കൂട്ടിക്കൊണ്ട് ഒരു ജീപ്പിൽ അവർ അവിടെ നിന്ന് എസ്കേപ്പ് ചെയ്യുകയാണ്. ഇതേ സമയം മാറി ഒളിച്ചിരുന്ന സിയും ആ ഒരു ഡ്രൈവറും ലൂഡോടെ വണ്ടി തുറന്നു നോക്കിയപ്പോൾ ഒരു ബാഗ് നിറയെ ജുവൽസും ക്യാഷും കിട്ടുകയാണ്. ഒന്നും കിട്ടിയില്ലെങ്കിലും അത്യാവശ്യം കുറച്ച് കാശും ജുവൽസും കിട്ടിയല്ലോ എന്ന സമാധാനത്തിലാണ് അവർ രണ്ടുപേരും ഇപ്പോൾ. ഈ ഒരു സമയത്ത് സുസാന ആകട്ടെ കറാലിസിന്റെ ഫയല് സെക്യൂരിറ്റി ക്യാമറയിൽ അവർ കണ്ട ആ ഒരു വാൻ ഡ്രൈവറും അയാളുടെ കൂടെയുള്ള ആൾക്കാരുമായിട്ട് ഒന്ന് മാച്ച് ചെയ്ത് നോക്കിയപ്പോഴാണ് മനസ്സിലായത് അതിലൊരാള് ഇവർ ഈ ഫയലിൽ കണ്ട കറാലിസ് തന്നെയാണെന്ന്. ഉടൻ തന്നെ എയർപോർട്ടിലും ടെർമിനൽസിലും കറാലിസ് രക്ഷപ്പെടാനുള്ള സാധ്യത കണ്ട് അവിടെ അവന്റെ ഒരു ലുക്കൗട്ട് നോട്ടീസ് അവൾ പബ്ലിഷ് ചെയ്യുകയാണ്. എന്നാൽ ഇതേ സമയത്ത് തന്നെ വില്ല് രക്ഷപ്പെടുത്തിയിട്ട് കറാലിസിനെ ഒരു എയർപോർട്ടിൽ കൊണ്ടാക്കുകയായിരുന്നു. അവിടെ ഒരു വാഷ്റൂമിൽ ഷേവ് ഒക്കെ ചെയ്തിട്ട് കുറച്ച് ലുക്കൊക്കെ മാറ്റിയിട്ട് എയർപോർട്ടിൽ ചെക്ക് ഇൻ ചെയ്യാനായിട്ട് കറാലിസ് അങ്ങനെ അവിടേക്ക് ചെല്ലുകയാണ്. എയർപോർട്ടിൽ ഈ ഒരു അലേർട്ട് വരുന്നതിന് മുൻപാണ് അവൻ ചെക്ക് ഇൻ ചെയ്തത്. അതുകൊണ്ട് അവൻ നൈസായിട്ട് അതിൽ നിന്ന് ഊരിപ്പോന്നു. ഒരു ഫേക്ക് പാസ്പോർട്ടിന്റെ സഹായത്തോടെയാണ് അവൻ അവിടെ നിന്നല്ല രക്ഷപ്പെട്ടത്. ഇതേ സമയം സുസാന ആകട്ടെ ധൃതിയിൽ വെളിയിലേക്ക് ഇറങ്ങാൻ നിന്നപ്പോഴാണ് മാർട്ടിൻ ചില കാര്യങ്ങൾ പറയാനായിട്ട് സുസാനയുടെ അടുത്തേക്ക് വന്നത്. അങ്ങനെ മാർട്ടിൻ കണ്ടുപിടിച്ച കാര്യം എന്താണെന്ന് സുസാനയോട് അവൻ പറയുകയാണ്. നമ്മൾ വിചാരിച്ച പോലുള്ള ഒരാളല്ല വില്ല്. ആ ഒരു ബോംബിന്റെ ആ ഒരു സ്റ്റോപ്പേജ് ടൈമർ അത് കറപ്റ്റ് ചെയ്തതിലും അതിൽ കണ്ടുപിടിച്ച ആ ഒരു ചിപ്പിന്റെ കാര്യത്തിലും വില്ലിന് നല്ലൊരു പങ്കുണ്ടെന്ന് മാർട്ടിൻ സുസാനയോട് പറയുകയാണ്. മാത്രമല്ല വില്ല് കുറെ നാളായിട്ട് അഫ്ഗാനിസ്ഥാനിൽ വർക്ക് ചെയ്ത ഒരു സോൾജിയർ ആയിരുന്നു. അത് കഴിഞ്ഞ പിന്നെ അവൻ വല്ലാത്തൊരു സ്വഭാവത്തിൽ ഒരു മാഡായിട്ടാണ് ബിഹേവ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത്. അങ്ങനെ ഇവന്റെ ഈ ഒരു സ്വഭാവ ദൂഷ്യത്തെപ്പറ്റി മാർട്ടിൻ സുസാനയോട് പറയുകയാണ്. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന ഒരു ബോർഡിൽ റഹീമിന്റെ ഒരു ഫോട്ടോ കണ്ട് അതും ആ ഒരു മാർട്ടിൻ റെക്കഗ്നൈസ് ചെയ്യുകയാണ്. റഹീമും നമ്മൾ വിചാരിച്ച പോലുള്ള ഒരാളല്ല. അവൻ വില്ലിന്റെ ഒരു ഇന്റർപ്രറ്ററാണ്. അഫ്ഗാനിസ്ഥാനിൽ നിന്ന് റഹീമിനും അവന്റെ ഫാമിലിക്കും അനധികൃതമായിട്ട് US കടക്കാനുള്ള സഹായം ചെയ്തു കൊടുത്തതും വില്ലാണ്. ഇത് കേട്ടപ്പോൾ പെട്ടെന്നാണ് സംശയം തോന്നിയിട്ട് സുസാൻ ഒരു ഫയൽ എടുത്ത് നോക്കിയത്. അതിൽ കറാലിസും അഫ്ഗാനിസ്ഥാനിൽ കുറച്ച് കാലം ഉണ്ടായിരുന്നു എന്നതിൽ വ്യക്തമാണ്. അവിടെ ഒരു ജെംസ്റ്റോൺ മൈനിൽ ഒരു വർക്കറായിട്ട് അവൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ എല്ലാം കൂട്ടി വായിച്ചപ്പോൾ സുസാനയ്ക്കും ഒരു കാര്യം മനസ്സിലായി. കൺസ്ട്രക്ഷൻ സൈറ്റിലെ ആ ഒരു ബോംബിന് പിന്നിലും ബാങ്കിൽ നിന്നുള്ള ആ ഒരു മോഷണവും ഇതിനെല്ലാം പിന്നിൽ ഇവർ 3 പേരാണ്: വിൽ, കറാലിസ്, റഹീം. ഇവരുടെ ഒരു മാസ്റ്റർ പ്ലാൻ ആയിരുന്നു ഈ ഒരു റോബറി എല്ലാം. അങ്ങനെ റഹീമിനെയും വില്ലിനെയും പിടിക്കാനായിട്ടും സുസാന അലേർട്ട് പ്രഖ്യാപിക്കുകയാണ്. ഇതേ സമയം വില്ലാകട്ടെ മറ്റൊരു പ്രൈവറ്റ് പ്ലെയിനിൽ ആ രാജ്യം തന്നെ വിടുകയാണ്. അങ്ങനെ കറാലിസിനെ അന്വേഷിച്ചുകൊണ്ട് കുറേയേറെ പോലീസുകാരും അവരുടെ പടയും ആ ഒരു എയർപോർട്ടിൽ എത്തുകയാണ്. എന്നാൽ എങ്ങനെയൊക്കെയോ കറാലിസ് അവരുടെ കണ്ണും വെട്ടിച്ച് അവൻ പോകേണ്ട ആ ഒരു പ്ലെയിനിൽ ബോർഡ് ചെയ്യുകയാണ്. ഇതേ സമയം സുസാനയ്ക്ക് മറ്റൊരു ഇൻഫർമേഷൻ കൂടി കിട്ടി. ആ ഒരു കൺസ്ട്രക്ഷൻ സൈറ്റിൽ നൈറ്റ് സെക്യൂരിറ്റി ആയിട്ട് വർക്ക് ചെയ്തിരുന്നത് റഹീമിന്റെ ആ ഒരു അനിയനാണ്. അതുമാത്രമല്ല വില്ലിനെ തപ്പി സുസാനയും അവളുടെ കൂട്ടരും വില്ലിന്റെ വീട്ടിലേക്ക് കയറി ചെന്നപ്പോൾ അവിടെ ഒരു റൂമിൽ കുറേയേറെ നോട്ട്സ് കണ്ടു. അതിൽ ബോംബ് എങ്ങനെ മോഡിഫൈ ചെയ്യണമെന്നുള്ള നോട്ട്സ് ആയിരുന്നു അതിലുണ്ടായിരുന്നത്. അതുമാത്രമല്ല ഒരു പഴയ ന്യൂസ് പേപ്പർ കട്ടിംഗ്, അഫ്ഗാനിസ്ഥാനിലെ ഒരു ന്യൂസ് പേപ്പർ കട്ടിങ്ങും ആ ഒരു ബുക്കിന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അവിടെ നടന്ന ഒരു അറ്റാക്കിൽ കുറേയേറെ ആൾക്കാർ മരിച്ച ഒരു വാർത്തയായിരുന്നു ആ ഒരു ന്യൂസ് പേപ്പറിൽ ഉണ്ടായിരുന്നത്. പ്ലെയിൻ കയറി രക്ഷപ്പെട്ട റഹീമും വില്ലും കറാലിസും അങ്ങനെ എത്തുന്നത് ഇസ്താൻബുളിലാണ്. ഇസ്താൻബുളിൽ വെച്ച് തന്നെ അവർ 3 പേരും അങ്ങനെ വലിയൊരു തുകയ്ക്ക് ആ ഒരു ഡയമണ്ട്സ് വിൽക്കുകയാണ്. അങ്ങനെ കിട്ടിയ പൈസ 3ആയിട്ട് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അവർ 3 വഴിക്കായിട്ട് പിരിയുകയാണ്. അങ്ങനെ പുതിയൊരു ലൈഫ് തേടി 3 പേരും 3 വഴിക്കാണ് തിരിയുന്നത്. ഇനി പോലീസുകാർ അവരുടെ പുറകെ വരില്ല എന്ന വിശ്വാസത്തോടു കൂടെ തന്നെയാണ് അവർ രക്ഷപ്പെട്ടതും. അങ്ങനെയാണ് 10 വർഷം മുമ്പത്തെ ഒരു ഫ്ലാഷ് ബാക്ക് നമ്മളെ കാണിക്കുന്നത്. ജെംസ്റ്റോൺ മൈനിൽ വെച്ച് കറാലിസ് വർക്ക് ചെയ്തിരുന്ന ആ ഒരു സമയത്ത് കറാലിസിന്റെ ആ ഒരു ബോസ് അല്ലെങ്കിൽ ആ ഒരു എംപ്ലോയർ ഡബിൾ ക്രോസ് ചെയ്ത് അവനെ കിഡ്നാപ്പ് ചെയ്യുകയാണ്. ബോസിന്റെ ആ ഒരു സോൾജേഴ്സുമായിട്ട് അവൻ ഫൈറ്റ് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും അവൻ അതിന് സാധിച്ചില്ല. അവസാനം അവനെ പിടിച്ചു കിട്ടി ഒരു ട്രക്കിന്റെ പുറകിലിട്ടുകൊണ്ട് അവനെ മറ്റൊരിടത്തേക്ക് കൊണ്ടുപോവുകയാണ്. ഇതേ സമയം വില്ലും റഹീമും ആ ഒരു നാട്ടിൽ തന്നെയായിരുന്നു. തൊട്ടടുത്തുണ്ടായിരുന്ന ആ ഒരു ടൗണിൽ റഹീമിന്റെ സഹായത്തോടു കൂടെ വില്ല് ആ ഒരു നാട്ടിലുണ്ടായിരുന്ന ഒരു ചെറിയ തർക്കം ഒത്തുതീർപ്പാക്കുകയായിരുന്നു. അവരങ്ങനെ ആ ഒരു ടൗണിന് വെളിയിലേക്ക് വന്നപ്പോഴാണ് അവരുടെ എനിമീസിന്റെ ഒരു കൂട്ടം ട്രക്ക് വരുന്നത് അവർ ശ്രദ്ധിച്ചത്. ഇത് കണ്ടയുടനെ തന്നെ ഒരു സൈഡിലേക്ക് കവർ ചെയ്ത് 2 പേര് നിൽക്കുകയാണ്. തോക്കും പിടിച്ചങ്ങനെ അവൻ ഒളിച്ചിരുന്നപ്പോഴാണ് ഒരു ലാൻഡ് മൈനിൽ ചവിട്ടിയ കാര്യം അവൻ അറിഞ്ഞത്. അതിന്റെ ആ ഒരു വയറിംഗ് കണക്ട് ചെയ്തതാകട്ടെ
ഒരു കൂട്ടം സ്ഫോടന വസ്തുക്കളിലേക്കായിരുന്നു. ഈ ഒരു സമയം കൊണ്ട് തന്നെ കറാലിസിനെ കൊണ്ട് ആ ഒരു ട്രക്കും വണ്ടിയും എല്ലാം അവിടേക്ക് എത്തിയിരുന്നു. അവിടെ ഒളിച്ചും പാത്തിരുന്ന അവരുടെ കുറേയേറെ ശത്രുക്കൾ അതിലെ ഒരു വണ്ടി വെടിവെച്ച് തകർക്കുകയാണ്. അങ്ങനെ എനിമീസും ആ ഒരു ട്രക്കിലെ ആൾക്കാരും തമ്മിൽ ഒരു ഗൺ ഫൈറ്റ് നടക്കുന്നതിനിടയിലാണ് കറാലിസ് ആ ഒരു ട്രക്കിൽ നിന്ന് ഇറങ്ങി ഓടി രക്ഷപ്പെട്ട് വില്ലിന്റെ അടുത്തേക്ക് വന്നത്. വില്ലൊളിച്ചിരുന്ന അതേ സ്ഥലത്ത് തന്നെ കറാലിസ് ഒളിക്കാനിരുന്നപ്പോഴാണ് അവൻ ഒരു പ്രഷർ ബോംബിൽ ചവിട്ടിയാണ് നിൽക്കുന്നതെന്ന് കറാലിസിന് മനസ്സിലായത്. ഈ ഒരു ബോംബ് നിർവീര്യമാക്കാനും ഇതിന്റെ കണക്ഷൻ ഡിറ്റാച്ച് ചെയ്യാനും കറാലിസിന് അറിയാം. ഇതിൽ നിന്ന് വില്ലിനെ താൻ രക്ഷിക്കാമെന്ന് കറാലിസ് അങ്ങനെ ഉറപ്പ് കൊടുക്കുകയാണ്. ഈ ഒരു ബോംബ് കണക്ട് ചെയ്തിരിക്കുന്ന ആ ഒരു എക്സ്പ്ലോസീവ്സിന്റെ ആ ഒരു ബോക്സിലേക്ക് കറാലിസിന് ഓടി ചെല്ലണം. അത് മറ്റൊരു സൈഡിലാണ് ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. എന്നാൽ ക്രോസ് ചെയ്ത് പോകണമെങ്കിൽ കൂടെ ആ ഒരു ഗൺ ഫൈറ്റിനിടയിലൂടെയാണ് അവന് പോകേണ്ടത്. എന്നാൽ കറാലിസിന് വേണ്ടി വില്ല് കവർ ചെയ്തോളാമെന്ന് വാക്ക് കൊടുത്തിട്ടാണ് ആ ഒരു ഉറപ്പിന്മേൽ കറാലിസ് അത് ക്രോസ് ചെയ്യുന്നത്. ഏതായാലും വെടികൊള്ളാതെ മറ്റൊരു സൈഡിൽ ആ ഒരു ബോക്സിന്റെ അടുത്തേക്ക് കറാലിസ് എത്തുകയാണ്. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന ആ ഒരു മണ്ണ് മാന്തി നോക്കിയപ്പോഴാണ് ഒരു ബോക്സും അതിൽ ഗ്രനേഡും അവൻ കണ്ടത്. വില്ല് മറ്റൊരു സൈഡിൽ നിന്ന് കറാലിസിന് ഏത് വയറ് കട്ട് ചെയ്യണമെന്ന് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. ഈ ഒരു സമയത്ത് കറാലിസിന് നേരെ മറ്റൊരാൾക്കാർ വെടിവെക്കുന്നുണ്ടായിരുന്നെങ്കിലും അവനെ രക്ഷിക്കാനായിട്ട് റഹീമും വില്ലും അവനെ കവർ ചെയ്ത് നിന്ന് എതിരാളികൾക്ക് നേരെ വെടിവെക്കുകയാണ്. അവസാനം ബോക്സിന്റെ ആ ഒരു കണക്ഷനിലെ വയറ് കൃത്യമായിട്ട് മുറിച്ചതിന് ശേഷം വില്ല് അവന്റെ കാല് ആ ഒരു പ്രഷർ ബോംബിൽ നിന്ന് എടുത്തു കഴിഞ്ഞപ്പോൾ യാതൊരു കുഴപ്പവും പറ്റിയില്ല. അങ്ങനെ എതിരെ വന്ന അവസാനത്തെ എനിമീനെയും റഹീം വെടിവെച്ചിടുകയാണ്. മൂന്നുപേരും അങ്ങനെ രക്ഷപ്പെട്ടു എന്ന് ആശ്വസിച്ച് എഴുന്നേറ്റ് വന്നപ്പോഴാണ് ആ ഒരു ഗ്രനേഡ് ആ ഒരു ബോക്സ് ആക്ടിവേറ്റ് ആയ കാര്യം അവർ ശ്രദ്ധിച്ചത്. ഉടൻ തന്നെ മൂന്നുപേരും മൂന്ന് വഴിക്ക് ഓടി രക്ഷപ്പെടുകയാണ്. ബോംബ് പൊട്ടിയതും അവർ ഓടി രക്ഷപ്പെട്ടതും ഒരേ സമയത്ത് തന്നെയായിരുന്നു. അങ്ങനെ മൂന്നുപേരും അവിടെ നിന്ന് രക്ഷപ്പെട്ട് അവിടം തൊട്ട് തുടങ്ങിയതാണ് ഇവരുടെ ഒരു സൗഹൃദം. ഇങ്ങനെ തുടങ്ങിയ ഒരു സൗഹൃദമാണ് ഇപ്പോൾ ആ ഒരു ഡയമണ്ട് മോഷണത്തിൽ വരെ എത്തിയിരിക്കുന്നത്. അങ്ങനെ ഇപ്പോൾ പ്രസന്റ് കാണിക്കുകയാണെങ്കിൽ കിട്ടിയ ആ ഒരു കാശ് ഉപയോഗിച്ച് വില്ല് ആഫ്രിക്കയിലെ ഒരു നാച്ചുറൽ റിസർവ് മൈന് പർച്ചേസ് ചെയ്യുകയാണ്. ഡയമണ്ട്സ് മൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു നാച്ചുറൽ റിസർവ് ആയിരുന്നു അത്. റഹീമാകട്ടെ അവന് കിട്ടിയ കാശ് ഉപയോഗിച്ച് ഒരു മൾട്ടിനാഷണൽ കമ്പനി തന്നെ ഉണ്ടാക്കി. റഹീമും അവന്റെ ഫാമിലിയും മറ്റൊരു ഐഡന്റിറ്റിയിൽ മറ്റൊരു പേരിലാണ് മറ്റൊരു രാജ്യത്ത് താമസിക്കുന്നത്. ഇവരിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് വില്ലാകട്ടെ അവന് കിട്ടിയ കാശ് മൊത്തം ഒരു ചാരിറ്റിക്ക് ഡൊണേറ്റ് ചെയ്യുകയായിരുന്നു. അങ്ങനെ ഇതും കാണിച്ചുകൊണ്ടാണ് ഈ ഒരു മൂവി ഇവിടെ അവസാനിക്കുന്നത്.